സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് 51 വർഷം കഴിഞ്ഞു. ആദ്യമേ ന്യൂയോർക്കിലായിരുന്നു, 73-ൽ വന്നു, 79-ൽ ഹൂസ്റ്റണിൽ വന്നു. ബൈ പ്രൊഫഷൻ നേഴ്സായിരുന്നു. ടോട്ടൽ 50 വർഷക്കാലം നഴ്സിംഗ് ചെയ്തു. പിന്നെ റിട്ടയർമെൻ്റ് എടുത്തു. സിംഗിൾ പേരൻ്റാണ് ഫോർ ദ ലാസ്റ്റ് 37 years. 3 ആൺമക്കള്, 2 കൊച്ചുമക്കളും. റിട്ടയർമെൻറ്റിനോ കഴിഞ്ഞപ്പോൾ തൊട്ട് കംപ്ലീറ്റ്ലി സാമൂഹ്യ സേവനമാണ്. എൻ്റെ കുടുംബത്തെ പോറ്റിയതിനോടൊപ്പം തന്നെ അഗതികളും നിരാലംബരായുള്ളവർക്ക് ഒരു സഹായഹസ്തം നേടിക്കൊടുക്കുക, അതായിരുന്നു എൻ്റെ ജീവിത ഉദ്ദേശം. അതിന് പ്രകാരം അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു, അനേകം അസോസിയേഷനിൽ വർക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നും ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മ്യൂണിറ്റി സർവീസിനുള്ള ഒരു ഓണററി ഡിഗ്രി 2016 May 14-ന് NRG സ്റ്റേഡിയത്തിൻ്റെ അവിടെ വെച്ച് എനിക്ക് ലഭിക്കാനിടയായി. ഇപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ സേവനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ വന്നു എല്ലാവരെയും കാണാൻ സാധിച്ചതിലും കാണാൻ സാധിച്ചതിലും വളരെ എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ അവസരം തന്നതിന് നന്ദി, നമസ്കാരം. കൂടിപ്പോയെങ്കിൽ ക്ഷമിക്കണം. റിക്വസ്റ്റ് ഉണ്ട്. ആദ്യം ടൈം ലിമിറ്റ് പറഞ്ഞാൽ ആളുകൾ അത് പാലിക്കാൻ ശ്രമിക്കും. അത് പുള്ളിക്കാരി ടൈം ലിമിറ്റ് പറയാനുണ്ടാവും. എന്റെ പേര് SK ചെറിയാനാണ്. ഞാൻ 76-ൽ അമേരിക്കയിൽ വന്നു, 78-ൽ ഹ്യൂസ്റ്റണിൽ വന്നു. വന്ന ആൾ തൊട്ട് പബ്ലിക് പ്രവർത്തനങ്ങൾ, പൊതുവായ ഏരിയകളിലും പള്ളികളിലും എല്ലാ കാര്യങ്ങളിലും മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു ഡെമോക്രാറ്റോ റിപ്പബ്ലിക്കനോ അല്ല. ഞാനൊരു സ്വാതന്ത്ര്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ ഡെമോക്രാറ്റ് ആയത് ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ കൊണ്ടാണ്. സോ ഞാൻ 2 മക്കളുണ്ട്, 4 കൊച്ചുമക്കളുണ്ട്. 2 മക്കൾ, മോന് ഡാലസിൽ, മോളിവിടെ സെറ്റിലായിരിക്കുന്നു. ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് നടത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജോസഫ് തെച്ചാറ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചില സാഹിത്യങ്ങളൊക്കെ എഴുതാറുണ്ട്, ചർച്ചകളും ഉണ്ടാകുന്നുണ്ട്. എൻ്റെ പേര് എടപ്പാറ മാത്യൂസ്. ഞാൻ 74-ൽ ന്യൂയോർക്കിൽ വന്നു, സ്റ്റാറ്റൻ ഐലൻഡിൽ. അവിടെ 33 വർഷം ന്യൂയോർക്ക് സ്റ്റേറ്റിൽ സീനിയർ പരോൾ ഓഫീസറായിട്ട് ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. 2011-ൽ ഞാൻ ഹ്യൂസ്റ്റണിലേക്ക് കാനായ ഹോമിൽ വിശ്രമ ജീവിതത്തിനായി വന്നു. ജീവിതകാലം മുഴുവനും ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ടീച്ചറായിരുന്നു. സീനിയർ പരോൾ ഓഫീസർ ആകുന്നതിന് മുമ്പ് എൻ്റെ സിഗ്നേച്ചർ ഇല്ലാതെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡായിരിക്കുമ്പം ഒരു ജയിൽ പുള്ളിയും പുറത്ത് പോകാറില്ല. ദാറ്റ് വാസ് മൈ ഡ്യൂട്ടി. And after coming here, I belong to Kanaya Catholic Church. I have been an active member. The present KCCNA, one of the biggest organization I have started. I am a founder member. Thank you. My name is Dan Matthews, representing the Conservative Republican for tonight's debate. I really want to appreciate also our friends on the other side as well. Thank you. My name is Tom Whitman. I did become a Muslim. I used to be a state representative candidate. I'm one of the presidents of the Republican Party in the Republican Party. Today I'm representing the Republican Party. എൻ്റെ പേര് തോമസ് എന്ന് പറഞ്ഞാൽ ഞാൻ 1986-ലാണ് ഹൂസ്റ്റണിൽ വന്നത്. ഐരിഷ് ജോലി ചെയ്യുന്നത്. 25 വർഷം ചെയ്തു, റിട്ടയർ ചെയ്യുന്നു. ആദ്യമായിട്ട് സംഘടിപ്പിച്ച എൻ്റെ പേര് മാത്യു വേരമാണ്. ഞാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകൻ, അറ്റോർണി നിലകളിൽ പ്രവർത്തിക്കുന്നു. ഇതിനു മുമ്പ് 2018-ലാണെന്ന് തോന്നുന്നു റിപ്പബ്ലിക്കിൻ്റെയും ഡെമോക്രാറ്റിൻ്റെയും ഒരു ഡിബേറ്റ് നടത്തിയിരുന്നു. അന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഞാൻ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നു. 26 വർഷമായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. താങ്ക്സ്. ഇനിയും അധികം സമയം കളയാതെ ഈ
ഡിബേറ്റ് മോഡറേറ്റ് ചെയ്യാൻ ശ്രീ AC ജോർജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. AC ജോർജ്. എല്ലാവർക്കും ആദ്യമായിട്ട് കേരള ഡിബേറ്റ് ഫോറം USA ആഭിമുഖ്യത്തിൽ നടത്തുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡിബേറ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ പ്രത്യേകിച്ച് 2 പാനൽ അവർ പരിചയപ്പെടുത്തി കഴിഞ്ഞു, സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ റൈറ്റ് സൈഡിൽ ഡെമോക്രാറ്റിക് പാനൽ, ലെഫ്റ്റ് സൈഡിൽ റിപ്പബ്ലിക്കൻ പാനൽ. അപ്പോൾ ഇവിടെ ഡെമോക്രാറ്റിക് പാനലിൽ കമല ഹാരിസ് ഇല്ല. ഇവര് കമല ഹാരിസിനെ റെപ്രസെന്റ് ചെയ്ത് അവരുടെ പോളിസിയെ പറ്റി നമ്മൾ സംസാരിക്കും. അതേമാതിരി ഇവിടെ ഡൊണാൾഡ് ട്രംപിന് വേണ്ടി റിപ്പബ്ലിക്കൻ പാനൽ ഇരിക്കുന്നു, അവരവരുടെ പോളിസിയെ പറ്റി വിവരിക്കുന്നു. അതിനെല്ലാം അപ്പുറം ഇവിടെ വന്നിരിക്കുന്നത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബഹുമാന്യരായ വ്യക്തികളാണ്. അവർക്കും ഞാൻ സല്യൂട്ട്, സ്വാഗതം. അവരുടെ ക്ഷമ, ഇതിനകത്ത് വരാൻ ഉണ്ടായ താല്പര്യം എല്ലാ കേരള ഡിബേറ്റ് ഫോറത്തിൻ്റെ ഇത് പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവരും ഒരു 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 പേര് മാത്രം കേട്ടോ, സമയം ലാഭിക്കാൻ വേണ്ടി ഐ ഹാവ് ടു റെക്കഗ്നൈസ് സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് സൈഡ്. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞാൽ മതി, ജസ്റ്റ് വെരി ഷോർട്ട്. CJ ഡാനിയൽ, ഞാൻ ഇൻഡോ അമേരിക്കൻ പുസ്തകം പ്രതിനിധിക്കുന്നു. ഞാൻ ആൻഡ്രൂസ് ജേക്കബ്, ഞാൻ ഇൻഡോ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഞാനൊരു പാർട്ടി ബേസിലൊന്നും അല്ല, ഒരു സൈഡിലും ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ 2 സൈഡിലോട്ട് ചോദിക്കും. താങ്ക് യു സർ. എൻ്റെ പേര് ജീവ സുഗതൻ, ഇവിടെ ഒരു അറ്റോർണിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. താങ്ക് യു. എൻ്റെ പേര് സക്രിയ മുഹമ്മദ്, ഞാൻ മിസോറി സിറ്റിയിൽ താമസിക്കുന്നു. 4 വർഷമായിട്ട് ഹൂസ്റ്റണിലാണ്. താങ്ക് യു സർ. ഞാൻ സിസി സക്രിയ, CMS കോളേജിലെ പ്രൊഫസറായിരുന്നു. ഇവിടെ വന്ന കുറച്ച് വർഷങ്ങൾ ഞാൻ സ്കൂളിൽ ചെയ്തു, ഇപ്പോൾ റിട്ടയർമെന്റ്. താങ്ക് യു. ജോസഫ് ചെമ്മരപ്പള്ളി ഫ്രം കോട്ടയം. Daniel Chaco from Beripad. Francis Changapilla. Saki Joseph. Abraham Thomas. Peter Abraham. Chris Matthews. I'm David Matthews. Jason George. Stephen, I'm happy to be here to take part in this democratic republican debate. I'm very happy. Roman Theory, Strong Republic. Tommy Peter, ഞാൻ സ്ട്രോങ് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ്. ഓക്കെ, കവർ ചെയ്യാനായിട്ട്, ലോകമെങ്ങും കവർ ചെയ്യാനായിട്ട് കണ്ട് ഇപ്പോൾ ഇനി വേറെ ഏഷ്യാനെറ്റ്, അതേമാതിരി കൈരളി TV, റിപ്പോർട്ടർ TV, അവരെല്ലാം വരും. വന്നില്ലെങ്കിൽ നമ്മൾ ഇവരെടുക്കുന്ന അത് അവർക്ക് അയച്ചു കൊടുക്കും, കവർ ചെയ്യാനായിട്ട് വീഡിയോയും ന്യൂസ് ക്ലിപ്പിംഗ്സ് എല്ലാം അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ സെനി TV, ഹ്യൂസ്റ്റൺ വോയിസ് അദ്ദേഹത്തിനും സ്വാഗതം. പിന്നെ കൽമാരി ഇന്റർനാഷണൽ ജോഷി ആന്റണി, അദ്ദേഹം ഇവിടെയുണ്ട്. അപ്പോൾ 2 പ്രമുഖരായ ചാനൽ ഇപ്പോഴും ഇവിടെയുണ്ട്. നമ്മൾ ഇവരുടെയൊക്കെ ക്ലിപ്പിംഗ്സ് എല്ലാം അയച്ചു കൊടുക്കും മറ്റുള്ളവർക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന മാതിരി ഈ മോഡറേറ്റർ പൂർണ്ണമായിട്ടും നിഷ്പക്ഷമായി ചോദ്യങ്ങൾ, ഒരുപക്ഷെ 2 പേർക്കും തോന്നിയേക്കാം ഈ മോഡറേറ്റർ റിപ്പബ്ലിക്കൻ കക്ഷിയാണോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് കക്ഷിയാണോ എന്ന് ചോദിച്ച്, കാരണം എൻ്റെ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്കെതിരായിരിക്കാം. ക്ഷമിക്കണം, അത് ഡിബേറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതേമാതിരി ഇതിന് റിപ്പബ്ലിക്കൻ അങ്ങനെ അങ്ങനെയൊന്നുമല്ല. ഇത് അതാ പോളിസിയെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ ചാനൽ ചർച്ചകളൊക്കെ കാണാറുണ്ടോ?
കാണാറുണ്ടല്ലോ. അപ്പോൾ അതേമാതിരി ഒരുപക്ഷെ അതിൽ കുറച്ചുകൂടെ നിഷ്പക്ഷമായ രീതിയിലായിരിക്കും വോട്ട് കേട്ടോ. ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ രണ്ട് പാനല് ഒക്കെ ഇവിടെ ഈ തല ഡെമോക്രാറ്റിക് കൊടുക്കുന്നു, ഇവിടെ കൃഷിക്കാരുടെ ഭാഗം ഇവിടെ റിപ്പബ്ലിക്കിന് കൊടുക്കുന്നു. ഞാൻ ആരാദ്യം പറയും, ആരാദ്യം പാടും സിനിമ ഉണ്ടല്ലോ, അതേമാതിരി ഈ കോയിൻ ടോസ്റ്റിന് ശേഷം നമ്മൾ തീരുമാനിക്കുകയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഉടമയെ കൊണ്ടാണ് ഞാൻ ടോസ്റ്റ് ചെയ്യിക്കുന്നത്. കാരണം പാർട്ടി വൈസ് ഒന്നുമില്ല കേട്ടോ. എന്നാൽ ന്യൂസ് മീഡിയയിൽ ഒരാൾ നമ്മുടെ ജോഷി ആന്റണി ഇതൊന്ന് ഓക്കെ ഇവിടെ വെച്ച് ജോലി പറഞ്ഞേച്ചാൽ മതി. തലയോ പൂവാ തലയാന്ന് പറഞ്ഞേച്ചാൽ തലയാണ്. എന്താണ് തലയാണ്. തല ആർക്കാണ്? ഓ തല നിങ്ങൾക്ക്. അപ്പൊ അപ്പോ ഇങ്ങനെയാണ് പോകുന്നത് ഡിബേറ്റ്. അതായത് ആദ്യം ഒരു റിപ്പബ്ലിക്കൻ ആദ്യം ഒരു ഡെമോക്രാറ്റ് തുടങ്ങുകയാണ്, സ്റ്റേജിൽ തുടങ്ങുകയാണ്. ഓക്കെ. ശ്രീമതി കൊഞ്ചുപിള്ളയിൽ നിന്ന് ആരംഭിക്കും. അതിനുശേഷം ഡാൻ മാത്യൂസ്, പിന്നീട് അവിടെ ആ രീതിയിലായിരിക്കും പോകുന്നത്. വൺ ഡെമോക്രാറ്റ്, വൺ റിപ്പബ്ലിക്കൻ. എല്ലാവർക്കും ഒരു സെക്കൻഡ്, അങ്ങനെ ഓരോരുത്തർ പറയാതെ ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. ക്വസ്റ്റിനെ അനുസരിച്ച് ആൻസർ പറയാൻ അല്ലല്ല, അതൊരു നിഷ്പക്ഷതയായിട്ട്. കാരണം മോഡറേറ്റർ തീരുമാനിക്കണം. അതെ, കാരണം നമുക്ക് പലരും ഇപ്പൊ പറയാറുണ്ടല്ലോ, ഒരു 100 പേര് ഇപ്പൊ വിലയ്ക്ക് വന്ന ഞാൻ ഈ ഡിബേറ്റിനെ പറ്റിയാണ്. അത് തന്നെ ദയവായിട്ട് സമയം പാലിക്കുക, എല്ലാവരും സമയം പാലിക്കുക. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഡിബേറ്റ് ആരംഭിക്കുകയാണ്. 2024 കേരള ഡിബേറ്റ് ഫോറം USA-യിലെ ഗ്രേറ്റർ ഹ്യൂസ്റ്റണിലെ ഡിബേറ്റ് നിഷ്പക്ഷമായ രീതിയിൽ ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും 2 പാനലിസ്റ്റും ഒരേ മിനിറ്റ് ഓക്കെ സമ്മറൈസ് ചെയ്യണം. അതിനുശേഷം വിപുലമായ ചോദ്യങ്ങൾ വരും. ഞാൻ മാത്രമല്ല ചോദിക്കുന്നത്, ഓഡിയൻസും പത്രമാധ്യമ പ്രതിനിധികളുമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. ഞാൻ എൻ്റെ ചോദ്യം ആദ്യമായിട്ട്, ആരായിരിക്കണം 2025 അമേരിക്കൻ പ്രസിഡന്റ്? ആരായിരിക്കണം? അത് എന്തുകൊണ്ട്? ആരാകും? അപ്പോൾ അതിന് സംക്ഷിപ്തമായിട്ട് 1 മിനിറ്റ് കൊണ്ട് ഇൻട്രൊഡക്ടറി സ്പീച്ച് ശ്രീമതി പൊന്നൂർപിള്ള. 2002 ഇലക്ഷനിൽ മിസ് കമല ഹാരിസ് പ്രസിഡന്റ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്തെന്നാൽ അമേരിക്കയിലെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ്. അമ്മ ശ്യാമള ഗോപാലന്റെ മകളാണ്. വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അറ്റോർണി ജനറൽ ആയിരുന്നു. ക്ലീൻ നെയിമാണുള്ളത്. ഹസ്ബൻഡ് ഉണ്ട്. പിന്നീട് അറ്റോർണി ജനറൽ ആയിരുന്നു. എപ്പോഴും സ്മൈലി ഫേസ്. മിഡിൽ ക്ലാസിനെയും ലോ ക്ലാസിനെയും ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു അംഗമാണ്. ഇത്രയുമാണ് ഞാൻ മനസ്സിലാക്കിയത്. Thanks for that question. Before I say, my train of thought sometimes goes in both ways. Okay, so okay, Republican candidate. Can I say English? You can talk in any language. No, I get in Malayalam. Okay, when I start speaking, then I get in Malayalam. Okay. 2025 പ്രസിഡന്റ് 24 ഇലക്ഷനിൽ 2 കാൻഡിഡേറ്റ് ആണ് ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേറ്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പറയുന്നത് പോലെ കമല ഹാരിസ് പ്രസിഡന്റ് ആവണമെന്നുള്ള ചിലപ്പോൾ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് देयर ലൈഫ്. അതിന് മറുപടി മറുസൈഡിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, മിഡിൽ ക്ലാസ് ആയിരിക്കാം, you have a good family background, but there is thousands of millions of people outside. Americans really want a change because they are sick and tired and fed up with what is happening for the last 4 years.
Kamala Harris and Biden is destroying America. So they are looking for someone new. Is Donald Trump will be that person. Thank you. അടുത്തതായിട്ട് ഡെമോക്രാറ്റിക് സൈഡ് മിസ്റ്റർ എസ് കെ ചെറിയാൻ. പറഞ്ഞതിനെ പറ്റി വളരെ അപ്രീഷിയേറ്റ്. ട്രൈഡ് എ ചേഞ്ച്. ഒരു ചാൻസ് കൊടുത്തു, അന്നേരം എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ഇനി ചേഞ്ച് വേണമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കമലയാണ് അടുത്ത ചേഞ്ച്. ബിക്കോസ് he already had 4 years and what all they did in the White House, and he was not willing even to leave the White House. And recently he had a talk. If you vote for me this time, you never have to vote. What mean? I don't leave White House. I will do the same thing what I did in January 6th. So അങ്ങനത്തെ ഒരാളിനെയാണ് നമുക്ക് പ്രസിഡന്റ് ആയിട്ട് വേണ്ടത്. And another thing, even ലോകത്തിൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനും പറഞ്ഞത് convicted felons cannot even vote in some countries. Here is a convicted felon, 34 counts. എല്ലാ ആളുകളും കൂടെ യുനാനിമസ് ആയിട്ട് കൺവിക്റ്റഡ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനെയാണോ വേണ്ടി ഒരു പ്രോസിക്യൂട്ടറിനാണോ നിങ്ങൾ തീരുമാനിക്കുക. We want Danielസിനോട് ഞാൻ agree ചെയ്തു. We need a change. So Kamala should be the next president as a change. Thank you. അടുത്തതായിട്ട് റിപ്പബ്ലിക്കൻ സൈഡ് from ശ്രീമാൻ ടോം ബിരിബൻ. എൻ്റെ അഭിപ്രായത്തിൽ പ്രസിഡന്റ് ട്രംപ് already proved that he is an able president. Therefore, he should be re-elected as the president. And because the country today is facing a devastating economy. Already $35 trillion federal debt നമ്മുടെ ബൈഡൻ കമല അഡ്മിനിസ്ട്രേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഫെഡറൽ ഡെറ്റ് സാധാരണ ജനങ്ങൾക്ക് ഗ്രോസറി ഐറ്റം വാങ്ങിക്കുവാൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ഹോം, ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളൊരു ഡ്രീമാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന് ഇവിടെ ഇന്ന് റിയൽഫമായി പലരുണ്ടാവില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ, പ്രൈസ് കൂടുതൽ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ. ബൈഡൻ ഹാരിസിന്റെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ വർഷം പറഞ്ഞു ഇൻഫ്ലേഷൻ സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ വർഷം പറഞ്ഞു അത് ഡബിളായി. മൂന്നാമത്തെ വർഷം പറഞ്ഞു അത് ട്രിപ്പിളായി. ഇപ്പൊ പറയുന്നു അത് അൺലിമിറ്റഡ്. സോ ഈ 4 വർഷം കൊണ്ട് ഇതൊന്നും ഫിക്സ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന കമല ഹാരിസിന് ഒരു കാരണവശാലും ഇത് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അത് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് ശക്തനായ പ്രസിഡന്റ് ട്രംപിന് മാത്രമേ കഴിയൂ എന്നുള്ളതുകൊണ്ട് ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസിഡന്റ് ട്രംപ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. Thank you. The next Democratic side, Mr. Thomas Joseph Sachara. കമല ഹാരിസ് പ്രസിഡന്റാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാന്യമായ രീതി യാത്ര പറഞ്ഞ് പിരിയാൻ പോലും സാധിക്കാതെ ഒരു തലേ ദിവസം തന്നെ ഒളിച്ചോടിയ പ്രസിഡന്റിനെ ഇനിയും നമ്മൾ വേണം എന്ന് ചിന്തിക്കുന്നത് ഒരു കടന്ന കൈയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ പറയണം ഒളിച്ചോടിയ എന്നോട്ട് ഒളിച്ചു. Thank you. അപേക്ഷ എല്ലാവരും കുറച്ചുകൂടെ ഈ മൈക്രോഫോൺ ചേർത്ത് പിടിച്ച് ഇച്ചിരി ലൗഡറായിട്ട് സംസാരിച്ചു കേട്ടോ എല്ലാവരും. ഓക്കെ, പിന്നെ വേറെ ഒരു 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 ടൈം ഇവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ പറയാൻ പറ്റുമോ ഇതുണ്ട് കേട്ടോ, ഒരു ചെറിയ ഇതിൻ്റെ. ഓക്കെ, അടുത്തതായിട്ട് റിപ്പബ്ലിക്കൻ സൈഡ് ശ്രീമൻ തോമസ് ഒടിയാൽകുന്നേ. ഗുഡ് ഈവനിങ് ടു എവരിബഡി. നമ്മുടെ ഇന്നത്തെ വിഷയം ഇപ്പോൾ എസ് ജി പറഞ്ഞത് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇപ്പം ആരായിരിക്കണം പ്രസിഡന്റ്, ആരാകണം
എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കണം പ്രസിഡന്റ്. എന്തുകൊണ്ട് കമല ഹാരിസ് ആകാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള കാരണങ്ങളുണ്ട്. 3.5 വർഷമായിട്ട് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസിനെ കുറിച്ച് നമ്മൾ വളരെ ചുരുക്കമാണ് കേട്ടിട്ടുള്ളൂ. ഭംഗിയായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ഒരു ഗവൺമെൻറ്റിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു ഭരണാധികാരി ഏതെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിൽ ഇതുവരെയായിട്ടും കാര്യമായ ഒരു ലീഡർഷിപ്പ് എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമതായിട്ട് കമല ഹാരിസ് ലിബറൽ ഡെമോക്രാറ്റാണ്. നമുക്കറിയാം ലിബറൽ എന്താണെന്ന്, അവരുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന്, ആശയഗതി എന്താണെന്ന് മനസ്സിലാവും. അത് തന്നെയല്ല, ഈ രാജ്യത്തിലേക്ക് നമ്മൾ ആരും ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ല, ലീഗലായിട്ട് ഈ രാജ്യത്ത് വന്നിട്ടുള്ള ആളുകളാണ്. ഒരു ശക്തമായ പ്രോസസ്സിൽ കൂടെ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മളെ അങ്ങനെയുള്ള ആളുകളാണ് അമേരിക്കയിൽ ലീഗലായിട്ട് വന്നത്. ബൈഡൻ ഓൾറെഡി ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡനും 36 വർഷം ഡെലവേർ കൗണ്ടിയിലെ സെനറ്ററായിരുന്നയാളാണ്. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഐ ആം ഹാൻഡിക്യാപ്ഡ്. ഈ ഹാൻഡിക്യാപ്ഡ് ആണെന്ന് പറഞ്ഞ അവസരത്തിലാണ് കമല ഹാരിസ് കയറി വരുന്നത്. അപ്പോൾ കമല ഹാരിസ് വളരെ ശക്തമായ നേതൃസ്ഥാനത്ത് നിന്ന ആളാണെന്ന് കമല ഹാരിസില്ല ആദ്യം പറയേണ്ടത്. അതുതന്നെയല്ല, 21 മില്യൺ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഈ ബോർഡറിൽ കൂടി കടത്തിക്കൊണ്ടുവരുന്നതിന് പ്രധാനമായും നേതൃത്വം വഹിച്ച ആൾ കമല ഹാരിസ് തന്നെയാണ്. എന്താണ് ഇപ്പോൾ ഇവരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗവർണർ വളരെ ശക്തനായ ആളുകൾ പറഞ്ഞു എനിക്കിവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഹി സെന്റ് ടു ന്യൂയോർക്ക് ഓർ കാലിഫോർണിയ വേറെവർ ഇറ്റ് ഈസ്. അവർക്കെന്നാ ഈ രാജ്യത്തിൻ്റെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് വന്ന് ജീവിക്കണമെന്ന് എല്ലാവർക്കും വരാൻ താല്പര്യമുണ്ട്. ആർക്കും അമേരിക്ക വരാൻ താല്പര്യമില്ല. അവരെ ഈ ബോർഡറിൽ കൂടെ കൊണ്ടുവന്ന് ദിവസം 20 രൂപ കൊണ്ട് ന്യൂയോർക്കിൽ താമസിച്ചവർ ആ മനുഷ്യനെങ്ങനെ ജീവിക്കും നിങ്ങൾ പറ. ആ നേതൃത്വം കൊടുത്ത ആളാണ് ഇവിടുത്തെ പ്രസിഡന്റായിട്ട് വരേണ്ടത്. അല്ല, 150,000 കാലിഫോർണിയ ഗവൺമെൻറ് ഇല്ലീഗലായ വന്ന ആൾക്ക് ലോൺ കൊടുക്കുന്നു. ഇവിടെ ഒരു ലോൺ എടുക്കാൻ വേണ്ടി ലീഗലായ ഇവിടെ ജനിച്ചു വളർന്ന വൈറ്റ് അമേരിക്കൻസ് ബുദ്ധിമുട്ടുമ്പോൾ ഇല്ലീഗലായ ആളുകളെ കൊണ്ടുവന്ന് 150,000 ലോൺ കൊടുക്കുന്ന ഏത് രാജ്യത്തെ നീതിയാണ്? ഏത് പ്രസിഡന്റാണ്? പ്രസിഡന്റ് ഇസ് ദ ക്യാപ്റ്റൻ ഇസ് ഇല്ലീഗൽ. He is doing illegal things. Everybody can do illegal things in this country. We cannot promote that. So I want ഡൊണാൾഡ് ട്രംപ് ചിലപ്പോൾ സംസാരിക്കാൻ അത്ര നല്ല വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല. സംസാര രീതിയിൽ ചിലപ്പോൾ ചില നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അതൊക്കെ പല ഇതുണ്ടെങ്കിലും he can do his job better than Kamala Harris. Thank you. അടുത്തത് ഡെമോക്രാറ്റ് മോഡറേറ്റർ കമല ഹാരിസ് പ്രസിഡന്റ് ആകണം. അതിനും ഷീ ഈസ് വർത്തി. We want to be part of the history that a woman president in America. Look at her record and also look at the record of Donald Trump. What are the mistakes you can show regarding Kamala Harris? Is she a womanizer? Is she make money out of loopholes? No. She was not born with a silver spoon. We know if you read her life history. She has been an attorney general. She has been a good cook. She has come up on her own intelligence and merit and hard work. We should respect the integrity of the people. What is the record of Trump, when President Trump? January 6th is a remarkable day where he should be ashamed. He should be tasked for bringing so much laws to the country. Secondly, he has no plan for the middle class and the poor. Look at the policy and the plan announced by her, Kamala Harris. She will give child care taxes. She will give buying the house taxes.
and so many other favorable policy for the poor and the middle class. Therefore, it is my request to you all, we should, for the good of this country, for the good of the whole world, we should vote for Kamala Harris. She has integrity, she has come on her own hard work and intelligence. So let us have a good leader like Margaret Thatcher. Americans are afraid of ladies become president. That should be broken. That glass ceiling should be broken. Let us all get together and work together to make her the president. Thank you. Thank you. അടുത്ത സെഗ്മെന്റിലേക്ക് രണ്ടുപേര് കുറച്ച് ഇപ്പോൾ വന്നവരുണ്ട്. അവരൊരു 15 സെക്കൻഡ് രണ്ടുപേരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരെ രണ്ടുപേരും ഇപ്പോൾ ഒന്ന് ജോർജ് ജോസഫ്, ഒന്ന് മിസ്റ്റർ ബിജു. എൻ്റെ പേര് ബിജു ജാലക്കൽ എന്നാണ്. ബിജു ജാലക്കൽ. Thank you, Biju Jalakal, for coming. Democratic or Republican? Democratic or Republican? Republican. എൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ്. ഇവിടെ ലോക്കലുള്ള ആളാണ്. ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഏത് പാർട്ടികളും അവരുടെ കൂടെ ഉണ്ടാവും. From Republican side, thank you for reminding me. You might have known 78 years old. He is already sorry. മോഡറേറ്റർ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2025 ആര് പ്രസിഡന്റ് ആകണം? യാതൊരു സംശയമില്ല, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകണം. എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകണം? അതിനുള്ള ഉത്തരവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം 4 വർഷം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഭരിച്ചപ്പോൾ ഈ ലോകത്തിനും ഈ രാജ്യത്തിനും നന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല കുറവുകൾ നിങ്ങൾ കണ്ടു കാണും, അത് ശരിയാണ്. അതുപോലെ തന്നെ കമലാ ഹാരിസിന്റെ പരിപൂർണമായ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്കും പറയാൻ സാധിക്കുകയില്ല. പല ചരിത്രങ്ങളും വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക അതാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ താൽക്കാലികമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ അല്പം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രാജ്യം തകർന്നു പോയാൽ ഈ ലോകത്തിന്റെ ഗതി എന്താകുമെന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടി എപ്പോൾ അധികാരത്തിൽ വന്നാൽ ഇൻഫ്ലേഷൻ, എല്ലാ വിലക്കയറ്റം, പല പ്രശ്നങ്ങളാണുള്ളത്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് അധികാരത്തിൽ വരുമ്പോൾ അത് പല നിലയിലും ഗുണം ചെയ്യാറുണ്ട്. ഇനി കമലാ ഹാരിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വൈസ് പ്രസിഡന്റ് ആണ്. അവരെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോർഡർ സെക്യൂരിറ്റിയെ കുറിച്ചാണ്, ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ്. അതിൽ വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ കൂടുതൽ ആളുകളെ ടെക്സസിലോട്ട് വിടുകയാണ് ചെയ്തത്. ഇവിടെ പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ കാലിഫോർണിയ, ന്യൂയോർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അവിടെയുള്ള ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടെ ക്രൈം വർദ്ധിക്കുകയാണ്. അവിടെ ജീവിക്കാൻ പ്രയാസമാണ്. എന്നാൽ എന്തുകൊണ്ട് ന്യൂയോർക്കിലുള്ളവർ ടെക്സസിലോട്ട് വരുന്നു? എന്തുകൊണ്ട് കാലിഫോർണിയയിലുള്ളവർ ഇങ്ങോട്ട് വരുന്നു? ഇനി എന്താണ്, ആരൊക്കെയാണ് സാധ്യത എന്നാണ് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്. ആ സാധ്യതയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗാലപ്പോളും മറ്റുമൊക്കെ ഞാനും നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പോപ്പുലർ വോട്ട് ചിലപ്പോൾ കമലാ ഹാരിസിനായിരിക്കും കിട്ടുന്നത്, എന്നാൽ ഇലക്ടറൽ വോട്ട് ഡൊണാൾഡ് ട്രംപിനായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമുക്ക് ചോദ്യ ഉത്തര പങ്ക്തിയാണ്. നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിലെയും ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഈ ഡെമോക്രാറ്റ് ആൻഡ് റിപ്പബ്ലിക്കൻ നിങ്ങൾക്ക് പിക്ക് ആൻഡ് ചൂസ്, ഏത് വ്യക്തിയോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഫുള്ളി ആൻസർ പറഞ്ഞില്ലെങ്കിൽ അതാത് സൈഡിലെ ആർക്കെങ്കിലും അത് പൂരിപ്പിക്കാം, അതൊന്നുകൂടെ വിശദീകരിക്കാം. പക്ഷേ എല്ലാം ഹ്രസ്വമായിരിക്കണം. പിന്നീട് ഒരിക്കൽ കൂടെ ഇവിടെ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷോ മലയാളമോ ഈവൻ തമിഴ് പോലും പ്രയോഗിക്കാം. മലയാളിക്ക് തമിഴ് അറിയാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലാംഗ്വേജ് നോ ബാരിയർ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. നമുക്ക് കാതലായ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പല വിഷയങ്ങൾ, ഒരു ലോക നേതാവാണ്. പലപ്പോഴും പറയാറുള്ളത് ലോക പോലീസാണ്. ഒക്കെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും ഒക്കെ നമ്മളെല്ലാം കുടിയേറി വന്നവരാണ്, വിദേശ മലയാളികളാണ്, സ്വപ്ന രാജ്യത്തേക്ക് വന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ രാജ്യം
നല്ല ഒരു വ്യക്തിയുടെ കൈകളിൽ ഭദ്രമായിരിക്കണമെന്ന് എല്ലാവർക്കും അതിതീവ്രമായ ആഗ്രഹമുണ്ട്. ആ അർത്ഥത്തിലാണ് ആയിരിക്കണം നമ്മുടെ ഡിബേറ്റ്, ചർച്ചകള്, ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ, വിലക്കയറ്റത്തെ പറ്റി സംസാരിക്കാറുണ്ട്, ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഫോറിൻ പോളിസി, വിദേശകാര്യം, പിന്നീട് ഗൺ കൺട്രോൾ ആൻഡ് ഗൺ വയലൻസ്, ഗർഭചിത്രം, ഇമിഗ്രേഷൻ, അങ്ങനെ ധാരാളം ആയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. ഒരിക്കലും ഒരു കാര്യം മാത്രം സെൻട്രലൈസ് ചെയ്ത് അതിൽ മാത്രം ചർച്ചകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോകരുത്. ഒരു വട്ടം ഒരാൾ ചോദിച്ച ആ ചോദ്യം വീണ്ടും മറ്റൊരാൾ ദയവായിട്ട് ആവർത്തിക്കരുത്. അതേമാതിരി ഉത്തരങ്ങളും സെയിം തിങ് പറയരുത്. അപ്പോ ഈ പറയുന്ന മാതിരി ആരെങ്കിലും നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകും. അല്ലെങ്കിൽ പ്ലീസ് എന്ന് പറഞ്ഞ് നിർത്തുന്നതായിരിക്കും. പെട്ടെന്ന് ആരും പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എല്ലാവരുടെയും സൗകര്യത്തിന് വേണ്ടിയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അമേരിക്കയിൽ നമ്മളെല്ലാം സാധനങ്ങളെല്ലാം മാർക്കറ്റിൽ പോയൊക്കെ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഗ്യാസ് അടിക്കാനൊക്കെ പോകുമ്പോൾ വിലക്കയറ്റം അതിഭയങ്കരമാണെന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും അനുഭവിക്കുന്നു. അപ്പോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പത്രമാധ്യമ പ്രതിനിധികൾക്കോ അല്ല ഓഡിയൻസ് ചോദിക്കാം. ആരോട് ആണ് വ്യക്തമാക്കുക, ചോദിക്കാം. അവർക്ക് സൗണ്ട് സിസ്റ്റം വേറെ കൊടുക്കാൻ പറ്റുമോ? അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കുറവ് അൺഎംപ്ലോയ്മെന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമയത്തായിരുന്നു, 3.4. അതേസമയം ഡെമോക്രാറ്റിക് ഈ രാജ്യം ഭരിക്കാൻ കയറിയപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ട്രമൻഡസ്ലി ആയിട്ട് വർദ്ധിച്ചു. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്ന അത് ട്രംപ് ആയിക്കൊണ്ട് ആരായിക്കോട്ടെ, ഇന്ന കാലത്ത് അമേരിക്കയുടെ നയാ പൈസ വിദേശ രാജ്യങ്ങളിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. കാരണം ട്രംപ് 4 കൊല്ലം ഭരിച്ചപ്പോഴും ഒരു യുദ്ധം പോലും ഉണ്ടാകാതെ ലോകത്തിനെ ബാലൻസ് ചെയ്ത് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ തക്ക പ്രാപ്തിയും കഴിവുമുള്ള ഒരു പ്രസിഡന്റാണെന്ന് തെളിയിക്കുകയും നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ ടാക്സ് വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന യുക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഇസ്രയേലിൽ നടക്കുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് ധാരാളമായ നമ്മുടെ ടാക്സ് ഉപയോഗിക്കുന്നു. അതിനെ എങ്ങനെ കമല ഹാരിസ് ഹാൻഡിൽ ചെയ്യും? കാര്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞതിന് ഞാൻ ഉത്തരം പറയാം. ഞാൻ 76 തൊട്ട് ഇവിടെ വന്ന ഒത്തിരി ഡെമോക്രാറ്റ് പ്രസിഡന്റിന് ഒത്തിരി റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്പാരിസണിൽ പറയുന്നത്, നമ്മൾ ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോവിഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കാശ് ചെലവാക്കി. അവിടെ യാതൊരു 3.2 അൺഎംപ്ലോയ്മെന്റ് ഒന്നും ആയിരുന്നതിന് എക്സാക്ട് പ്ലീസ് ബി courteous. You had enough chance to answer. Please don't attack. This is not the place to attack. Okay? No, I tell my opinion. Wrong statement do not tell. Wrong statement, I will say, if I go back, this border security you are telling, the border security bipartisan law was passed. Trump said, you should not pass that. When I became president, only passed. That is why the speaker did not present that for the vote. Don't even talk like that. If you want to ask me, answer me a question, please keep quiet, I will answer. മിസ്റ്റർ സ്ലോയി പറഞ്ഞാൽ എന്തിനാ നമുക്കെല്ലാവർക്കും കേട്ടാ പോരെ? എന്തിനാ മോഡറേറ്റ് നിൽക്കുന്നത്? ആൻസർ തൃപ്തികരമാണോ? റേഷ്യോ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ കോവിഡിന്റെ എല്ലാ പ്രശ്നം കാരണം അന്ന് അൺഎംപ്ലോയ്മെന്റും
അദ്ദേഹത്തിന്റെ എക്കോണമിയും എല്ലാം തകർന്നു കിടന്ന ഒരു സമയത്താണ് പുതിയ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നത്. അവരെടുത്തു കഴിഞ്ഞ് റീസെന്റ് പോൾ ഉണ്ടായിരുന്നു. പോൾ ഞാൻ കേട്ടതാണ്. അൺഎംപ്ലോയ്മെന്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ എക്കോണമി സ്പീക്കിംഗ് അപ്പ്. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ കമല ഹാരിസ് ആസ് എ വൈസ് പ്രസിഡന്റ്, ഷീ ഓൾറെഡി ടോൾഡ് Trump, you are not contesting with Biden, you are contesting with Kamala. So please do that. ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗൂഗിളിൽ കിടപ്പുണ്ട് ട്രംപിന്റെ സമയത്ത്. അതൊന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു കമല ഹാരിസ്, അതായത് ബൈഡൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എക്കണോമി എല്ലാം തകർന്നു കിടക്കുകയായിരുന്നു, കോവിഡിന്റെ അതിമൂർധന്യ അവസ്ഥയിലായിരുന്നു എന്ന്. അങ്ങനെയല്ല, അതായത് ട്രംപിന്റെ സമയത്താണ് കോവിഡ് അതിന്റെ മൂർധന്യ അവസ്ഥ. അതെല്ലാം അഗ്രി ചെയ്യുന്നു. എങ്കിലും അദ്ദേഹം പറയുന്നു കമല ഹാരിസ് വന്നാൽ ഇതെല്ലാം സോൾവ് ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷം ഇവരെന്തെടുക്കുമായിരുന്നു? Vice President, she was not running. Biden was running. Okay? അടുത്ത ചോദ്യം. ഇപ്പൊ മുഖ്യമായിട്ട് വിലക്കയറ്റം, എക്കണോമി, അതാണ്. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് 25 വർഷമായി. അറൗണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അന്ന് എനിക്ക് ഡെമോക്രാറ്റ് എന്നാണോ റിപ്പബ്ലിക്കൻ എന്നാണോ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ നമ്മുടെ ഇതിനു മുമ്പ് ഇരുന്ന പ്രസിഡന്റില്ലേ, നമ്മുടെ ട്രംപിന് മുമ്പ് ഒബാമയ്ക്ക് ഞാൻ വോട്ട് ചെയ്ത ആളാണ്. പക്ഷെ ഇന്ന് അതിൽ ഞാൻ ദുഃഖിക്കുക. കാരണം ഞാൻ ഈ 4 വർഷമായിട്ട് ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് എനിക്ക് ഹൃദയംഗമായ വേദനയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ 100 രൂപയ്ക്ക് എനിക്ക് ഒരു 2 ആഴ്ചത്തെ സാധനം വാങ്ങിക്കാമായിരുന്നു. എനിക്ക് വേറെ ഒരു ഇൻകം ഇല്ല. ഞാൻ വെറും സ്മോൾ ഇൻകംകാരനാണ്. എനിക്ക് ഇപ്പൊ അത് പോയിട്ട് 500 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഈ 2 ആഴ്ചത്തെ സാധനം വാങ്ങിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ എന്റെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടാക്സ്, ഇൻഷുറൻസ്, ഇതൊക്കെ അത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അതായത് ഈവൻ എനിക്ക് 2 മക്കളുണ്ട്. അവർ കോളേജ് പഠിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യണം. എല്ലാം ഈ ചെറിയ ഇൻകം കൊണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 1.5 രൂപയ്ക്കുള്ളിൽ ഗ്യാസിന് വിലയില്ലായിരുന്നു. ഇപ്പൊ ഈ ഗ്യാസിന്റെ വില ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്തിനാ? ഈ ഇലക്ഷനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ദിസ് ഈസ് ടു മച്ച് ഫോർ ബൈഡൻ. ഇറ്റ് ഈസ് വെരി ക്രേസി പേഴ്സൺ. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസംഗമാകരുത്. ഓക്കെ, ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രചരണമാകരുത്. ഇത് ഓക്കെ, നിങ്ങൾക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് കേട്ടോ. ചോദ്യം ബ്രീഫായിരിക്കണം, ഉത്തരവും ബ്രീഫായിരിക്കണം. അപ്പൊ ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? പറയൂ. Recently, last month, I went to Germany, New Delhi, Kerala, and found inflation is all over the world. All over the world. But don't blame Kamala Harris for that. Maybe Kamala Harris has not become the president of this place. Secondly, as we said, COVID time, all the businesses were down. We were in duress. American presidents even did not reveal how many people were dead in the nursing homes. They are lying. It happened during the time of President Trump, Moon President Trump. Therefore, for inflation we cannot. Kamala Harris has promised in her policy that she will bring down the prices. She will help the middle class to improve the employment opportunities by different activities. She has already leveled out
all these things. Therefore, don't be afraid. Vote for her. Let us bring a good America forever. എനിക്ക് ആൻസർ പറയാം. ഈ 4 വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്താണ് ഇവരെന്താ ചെയ്തത് ഈ അമേരിക്കയ്ക്ക് വേണ്ടി? 4 വർഷം വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്താ ചെയ്തതെന്ന് ഒരു ചോദ്യം. പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ പറ്റിയാണ്. അല്ല, ഞാൻ ചോദിച്ചത് 4 വർഷത്തെ കാര്യം ചോദിച്ചു. അതിന് ആൻസർ തന്നാൽ മതി. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം പറയും അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രസിഡന്റ് അല്ലായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സെനറ്റിലെ ടൈ ആയിട്ടുള്ള എല്ലാ സമയത്തും ബോർഡർ സെക്യൂരിറ്റിയുടെ ടൈ ബ്രേക്ക് അല്ല, എവിടെയൊക്കെ ടൈ ആയിട്ടുണ്ടോ ഏതായാലും അതിനെല്ലാം ടൈ ബ്രേക്ക് ചെയ്ത് വോട്ട് ചെയ്താണ് വൈസ് പ്രസിഡന്റ്. താങ്ക് യു. റിപ്പബ്ലിക്കൻസ് പലരും പറഞ്ഞു കേട്ടു. റിപ്പബ്ലിക്കൻസ് പ്രസിഡന്റ് ഭരിക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ വളരെ കുറവായിരുന്നു. ഇങ്ങനത്തെ ജോർജ് ബുഷ് ഇറാൻ ഇറാഖ് വാറ്, കുവൈറ്റ് വാറ്, ഇതെല്ലാം ഏത് പ്രസിഡന്റ് ഇരുന്നപ്പോഴാണ് ഇതെല്ലാം തുടങ്ങിയത്? ജോർജ് ബുഷ് ട്രംപ് പറയുന്നത് അദ്ദേഹം പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ 24 hours ഉക്രൈൻ റഷ്യ വാറ് നിർത്തും. എങ്ങനെ നിർത്തും? കംപ്ലീറ്റ് ഉണ്ടല്ലോ ആംബുലേഷൻസും മിസൈലും എല്ലാം റഷ്യക്ക് അടിക്കണമെന്ന് പറയും. അടിക്കത് 24 hours. അത് പുള്ളി നേരത്തെ പറഞ്ഞ പുതിനോട് യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. അതാണ് ഒരു പ്രസിഡന്റിന്റെ ആവശ്യം നമുക്ക്. അതിന്റെ വളരെ ഇൻഫ്ലേഷൻ കൂടി ഇദ്ദേഹം പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഇൻഫ്ലേഷൻ. ഇന്ത്യയിൽ പോയി നോക്ക്, ഗ്യാസ് യന്ത്രം. അതെ, എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു? ഇവിടെ സത്യം പറഞ്ഞാൽ ഈ കമലാ ഹാരിസിനെ പറ്റി എനിക്ക് പ്രധാനമായിട്ട് പറയാൻ കാര്യം അവരെ ഈ ലോ ക്ലാസ് മിഡിൽ ക്ലാസ് അവരെ ഉദ്ധരിക്കാൻ കൊണ്ട് വളരെയധികം ഡെമോക്രാറ്റിക് പ്രസിഡൻസ് അവർ ചെയ്യുന്നതാണ്. ഇത് ട്രംപ് വന്നു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് അവരുടെ ടാക്സ് റേറ്റ് കുറയും. എന്നിട്ട് മിഡിൽ ക്ലാസ് ആൾക്കാരെ 25, ഞാൻ നേരത്തെ 16-15 കൊടുക്കുന്നു, ഇപ്പൊ 25% നമ്മൾ കൊടുക്കണം. അവരുടെ 35 നേരെ കുറച്ച് 20 ആക്കി. ഈ ട്രംപ് ഇത്ര വലിയ $multi-million കമ്പനികളെ റിസോർട്ട്സ് എല്ലാം ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് എത്ര ഡോളർ ടാക്സ് കൊടുത്തു? ഈ മാനിപ്പുലേറ്റ് എവിടെ? അപ്പൊ ചോദ്യം ആ ചോദ്യമാണ് ടാക്സ് കൊടുത്തു ഈ കാലത്ത് പ്രോപ്പർട്ടി ടാക്സ് കൗണ്ട് ചെയ്യില്ല. അല്ലാതെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഇതല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൗണ്ട് വരുന്ന പ്രോപ്പർട്ടി ടാക്സ് എല്ലാം കൊണ്ടു. അപ്പൊ സാധനങ്ങളുടെ വിലയോ? സാധനങ്ങളുടെ ഒക്കെ വിലയോ? എന്നാ ആരെ കൂട്ടിയത്? അവിടെ ഇന്ത്യ പോയി നോക്കാം, സാധനം ഇവിടെ കൂടിയില്ല. അല്ലേ, ഇന്ത്യയിലെ കാര്യമല്ല, അമേരിക്കയിലെ കാര്യം. അമേരിക്കയിലെ കാര്യം സംസാരിക്കും. കോവിഡ് വന്നതിന് ശേഷം പ്ലീസ്, കോവിഡ് വന്നതിന് ഇന്ത്യയിലെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ അമേരിക്കയിലെ കാര്യം ചുമ്മാ പറഞ്ഞാ പോരാ. ഒന്നുകൂടെ വിശദമായിട്ട് ചോദ്യം ചോദിക്കാം. സാറിന്റെ അടുത്ത് വരുന്നുണ്ട്. വിശദമായിട്ട് റിപ്പബ്ലിക്കൻസിനോടാണ് ചോദ്യം. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നത് ഞാൻ വ്യക്തമാക്കിയാണ്. ഒന്നുകൂടെ, ലോകമെങ്ങും ഇൻഫ്ലേഷൻ ഉണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇൻഫ്ലേഷൻ ഉണ്ട്. അത് മാത്രമല്ല, കോവിഡിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ സമയത്താണ് ഉണ്ടായത്. അപ്പോ അതുകൊണ്ട് റിപ്പബ്ലിക്കൻ അതുകൊണ്ട് ഈ ഡെമോക്രാറ്റിക് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അത് ശരിയല്ല എന്ന് അദ്ദേഹം ചോദ്യരൂപേണ നിങ്ങളോട് പറയുകയാണ്. അപ്പോ അതിനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ശരിയാണ്, നിങ്ങൾക്ക് എഴുന്നേറ്റും പറയാം, നിന്നും പറയാം. യുവർ ചോയ്സ്, ഫ്രീഡം ഓഫ് മോഡറേറ്റ് പറ്റുന്ന അത്ര ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യം പറയാം. യുക്രൈൻ യുദ്ധത്തിന്റെ കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുടെ ഏറ്റവും നെയ്ബറായ രാജ്യമാണ്. ഉക്രൈന് വേണ്ടത്, റഷ്യക്ക് വേണ്ടത് നാറ്റോയുടെ ആളുകൾ, നാറ്റോ സഖ്യത്തിന്റെ ആളുകൾ ഉക്രൈനോട് ചേർന്ന് വരുന്നത് റഷ്യക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവരൊരിക്കലും സമ്മതിക്കത്തുമില്ല. നമ്മുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു. നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ വന്നപ്പോൾ റഷ്യ
ശക്തിയുക്തം എതിർത്തു. ഞങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ലെന്ന്. അപ്പൊ ജോ ബൈഡൻ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ പിൻവാങ്ങി റഷ്യ യുദ്ധം തുടങ്ങി. അതാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ കാരണം. ഡൊണാൾഡ് ട്രംപ് യുദ്ധം നടത്താൻ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഉക്രൈനെ നാറ്റോ സഖ്യത്തിൽ ചേർക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ യുദ്ധം ഉണ്ടാകുന്നില്ല. അല്ല ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവിടെ കൊണ്ട് ബോംബ് പൊട്ടിച്ച് തകർക്കുന്നൊന്നും ആരും വിശ്വസിക്കേണ്ട. അതൊന്നും ചെയ്യത്തുമില്ല, അത് ചെയ്യാനും സാധിക്കത്തില്ല. റഷ്യന് അമേരിക്കയായിട്ട് ഒരിക്കലും ഒരു യുദ്ധത്തിന് തയ്യാറാകത്തുമില്ല. കാരണം അത് ലോകത്തിൻ്റെ അന്ത്യമാണ്, അവരുടെ അന്ത്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇൻഫ്ലേഷൻ വരുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോൾ ഈ രാജ്യത്ത് 21 മില്യണിൽ കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നിട്ടുണ്ട്. ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഏതായാലും ഭക്ഷണം കൊടുക്കണമല്ലോ. ആര് കൊടുക്കും? എവിടുന്ന് കൊടുക്കും? ഇത് എവിടെ നിന്നായി ഭക്ഷണം വരുന്നത്? ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ചൈനയിൽ നിന്ന് വരും അല്ലേ? എല്ലാം മുട്ടസൂചി വരെ ചൈനയിൽ നിന്ന് വരും. മുട്ടസൂചി വരെ ചൈനയിൽ നിന്ന് വരുന്ന രാജ്യത്തെ 21 മില്യൺ ആളുകളെ ഇല്ലീഗൽസിന് ഇവിടെ കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കാൻ ഇവിടെ സാധന സാമഗ്രികളില്ല. അപ്പോൾ വില കൂടും ഇല്ലേ? ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ? ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഹു ക്രിയേറ്റ് ദിസ്? ഇത് ഇല്ലീഗലിനെ കൊണ്ടുവന്നതിൻ്റെ പ്രതിഫലം. ഇത് ഇൻഫ്ലേഷൻ ഇനിയും കൂടും. അടുത്ത ഡെപ്റ്റ് കൂടും. ഡെപ്റ്റ് സീലിംഗ് ഉണ്ടാവും. ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. 2023 ജനുവരിയിൽ ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്തില്ലേ? ഇൻഫ്ലേഷൻ 32 ബില്യൺ ആണ്. 32 ബില്യൺ. നോ ബില്യൺ. 32 ബില്യൺ ഡെഫിസിറ്റ്. അത് 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ആ 6 മാസത്തേക്ക് ഇതേ പോയി. അപ്പൊ ഈ അമേരിക്ക എന്ന് പറയുന്ന ലോക രാജ്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇൻസ്റ്റലേഷൻ, അതുപോലെ നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ എൻവയോൺമെന്റിൽ, പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അമേരിക്ക ഇൻസ്റ്റോൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് കാര്യങ്ങൾ നടത്താതിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് കംപ്ലീറ്റ് ഗവൺമെന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. പ്രൊളോങ് ചെയ്തോട്ടെന്ന് പറഞ്ഞു. ഇനി അടുത്ത ജനുവരിയിൽ ഈ മീറ്റിംഗ് ജനുവരി 25 വരെയാണ് എനിക്ക് തോന്നുന്നത് എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഇൻഫ്ലേഷൻ ഡബിൾ ആവും. ഇതാരാ ഇത് ക്രിയേറ്റ് ചെയ്ത ഇൻഫ്ലേഷൻ കുറെയൊക്കെ. അതിന് ശക്തമായ ഒരു ഭരണാധികാരി വേണം. അതിന് കമലഹാസനെ കൊള്ളത്തില്ല. ഈ രാജ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? Can you tell me? ഇത് നമ്മള് രാജ്യത്ത് നിന്ന് വന്ന ആളുകൾ. ഞാനൊരു ഒരു 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 കൊച്ചിനോട് ചോദിച്ചു, നമ്മൾ എന്നാ വന്നെ മക്കളെ കൊണ്ടുവന്നത്? ഞങ്ങൾ ആ കൊച്ചു പറഞ്ഞു കരിയാപ്പ. അവിടെ കൊച്ചിനറിയാവുന്ന കരിയാപ്പിനെ കുറിച്ചേ ഉള്ളൂ. നമ്മള് ഈ രാജ്യത്ത് കൊണ്ടുവന്ന വി ആർ ദി അംബാസഡേഴ്സ് ഓഫ് അവർ കൺട്രി. നമ്മള് ദ ഗ്രേറ്റ് ഫാമിലി വാല്യൂ. ഞാനിതിനെ നേടിക്കൊണ്ട് പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഈ ഇത്രയും കാലം ഈ ഗവൺമെന്റില് റെസ്പോൺസിബിൾ ആയ പൊസിഷൻ ഇരുന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്ക് ഇനി ഇപ്പോൾ നാളത്തേക്ക് വേണ്ടി ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് പൊസിഷൻ എൻ്റെ പേര് സക്കറിയ മുഹമ്മദാണ്. ഞാൻ ഈ റിപ്പബ്ലിക് റെപ്രസെൻറ്റേറ്റീവുകളോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഡിബേറ്റ് ഈസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റ് ആൻഡ് Republican, but I want to say that it is a debate between Democrat and Donald Trump, because Donald Trump is not representing Republican. He is a single person. This is a policy of Donald Trump. So we have Democrat has a definite policy how to reduce the price, how to control the immigrants, and how to
മെയിൻറ്റെയിൻ ദ ഫോറിൻ പോളിസി. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് ലോകം ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഫോറിൻ പോളിസി ചൈനയെ കൺട്രോൾ ചെയ്യണം, ഇന്ത്യയെ കൺട്രോൾ ചെയ്യണം, മറ്റ് രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യണം. അതിന് ഫോറിൻ പോളിസി വേണം. സോ ഡെമോക്രാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പോളിസി ഹൗ ടു മെയിൻറ്റെയിൻ ദ ഫോറിൻ പോളിസി. പക്ഷേ റിപ്പബ്ലിക്കിന് അങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ തന്നെ ദേ കനോട്ട് കൺട്രോൾ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ഒരു സിംഗിൾ പേഴ്സൺ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 4 പേർക്ക് പോലും നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാവുന്നേ ഉള്ളൂ. ബട്ട് ദാറ്റ് വോണ്ട് റിഫ്ലക്ട് ഓൺ ട്രംപ്. ട്രംപ് ഒരു സിംഗിൾ പേഴ്സൺ ആണ്. We don't know what he is going to do next. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പുള്ളിക്ക് എന്തും പറയാം, ഏത് കാര്യങ്ങൾ എന്തുകൊണ്ടും പറയാം. പുള്ളി മനുഷ്യനെ കൊല്ലുന്ന രീതിയിലാണ് പുള്ളിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അതാണ് ഒരു ന്യായമായ രീതിയിലല്ല. നമ്മൾ ഈ എല്ലാവരും നോക്കുന്നത്, എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു പറഞ്ഞതുപോലെ എല്ലാവരും നോക്കുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹീസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ് ആൻഡ് ഹീസ് ഷുഡ് ബി എ മോഡൽ പേഴ്സൺ, എ റോൾ മോഡൽ ഫോർ ദ ഹോൾ വേൾഡ്. അങ്ങനെ ഒരാളിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരാളിനെ സെലക്ട് ചെയ്യുമ്പോൾ കമ്പയർ ഡൊണാൾഡ് ട്രംപ് ആൻഡ് ഹാരിസ്, Harris is the best person to be the president of the next Okay. ചോദ്യത്തില് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റില് കാതലുണ്ട്. ഓക്കെ, കഴപ്പുണ്ട്, കാതലുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഒന്ന്, ഇപ്പോ റിപ്പബ്ലിക്കൻസ് എങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് ഔദ്യോഗികമായിട്ട് നോമിനേറ്റ് ചെയ്തത് ഡൊണാൾഡ് ട്രംപിനെയാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതൊന്ന്. അതേമാതിരി ഇവിടെ ഈ സൈഡില് ഡെമോക്രാറ്റിക് സൈഡിലും ഏതാണ്ട് നോമിനേഷന്റെ തൊട്ടടുത്ത് കിട്ടിപ്പോയി എന്നുള്ള രീതിയിലായിരുന്നു മറ്റേ നമ്മുടെ ജോ ബൈഡൻ. അവസാനം അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, വയസ്സിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഓർമ്മക്കുറവുണ്ട്, 80 കഴിഞ്ഞു, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ നോമിനേഷൻ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നു ചേർന്നതാണ്. ആ ചരിത്രം നമ്മൾ ചോദിക്കുമ്പോൾ മറക്കാൻ പാടില്ല. തീർച്ചയായിട്ടും രണ്ടുപേരും യാദൃച്ഛികമായി വന്ന കാൻഡിഡേറ്റ്. ഒരുപക്ഷെ എനിക്കറിയാൻ പാടില്ല, ഒരുപക്ഷെ അമേരിക്കയിലല്ല മലയാളികളടക്കം ചോദിക്കാറുണ്ട്, ഈ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്, ലോക പോലീസാണ് എന്നെല്ലാം പറയാറുണ്ട്. വീണ്ടും കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഈ ഇത്രയും ബുദ്ധിമാന്മാരും സയന്റിസ്റ്റുകളും ഒക്കെ ഉള്ള ഈ രാജ്യത്ത് ഈ രണ്ടുപേരെയാണോ ഏറ്റുമുട്ടാൻ, ഈ പ്രസിഡന്റ് ഗോദയിൽ ഏറ്റുമുട്ടാൻ കിട്ടിയോളൂ എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 99% of the people they are asking. അപ്പോൾ അതിൻ്റെ വെച്ച് വേണം നിങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയുള്ളവരും നമ്മുടെ കമല ഹാരിസിന് വേണ്ടിയുള്ളവരും അതിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുള്ള ചോദ്യങ്ങളിലേക്ക് പറയട്ടെ. സാറിന്റെ ചോദ്യത്തിന് ഉത്തരം നേരിടാണ്. അദ്ദേഹം ചോദിച്ചത് ഈ ട്രംപ് ഏകാധിപത്യപരമായിട്ട് ഉള്ള രീതിയിലാണ് പോകുന്നത് എന്നുള്ള ഐഡിയയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു പ്രൈമറി തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള പ്രൈമറിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അദ്ദേഹം അത്തരത്തിലല്ല കടന്നു വന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ ആക്ഷേപമായിട്ട്, ഒരു ഇൻസൾട്ടായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധികളെ ഞങ്ങളെ അതിനോട് വിയോജിക്കുന്നു. എന്നാൽ യാതൊരുവിധ ജനാധിപത്യ രീതിയുമല്ലാതെ ഒരു നോമിനിയായിട്ട് കടന്നു വന്നതാണ് കമല ഹാരിസ്. വേർ വാസ് ദ പ്രൈമറി. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും റെസ്പെക്ട് ചെയ്യാതെ കടന്നു വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കമല ഹാരിസ്. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന കമല ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പോലും കടന്നു വന്നിട്ടുള്ള ആൾ വേണം ഇവിടെ പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാദഗതിയെ ഞങ്ങൾ കണ്ണുമായി വിമർശിക്കുന്നു. രണ്ടാമത് ഈ ഫോറിൻ പോളിസിയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫോറിൻ പോളിസി ബൈഡൻ കമല ഫോറിൻ പോളിസി വാസ് എ ഫെയിൽഡ് ഫോറിൻ പോളിസി. കാരണം നമ്പർ 1, അഫ്ഗാനിസ്ഥാൻ വിത്ഡ്രോവൽ ഓഫ് ദ US മിലിറ്ററി. $85 ബില്യൺ ആധുനിക യുദ്ധോപകരണങ്ങൾ താലിബാൻ എന്ന ഒരു തീവ്രവാദ ചുവയുള്ള ഒരു സംഘടനയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് പ്രസിഡന്റ് ട്രംപ് അവിടുന്ന് വിത്ഡ്രോ ചെയ്തത്. ബൈഡൻ വിത്ഡ്രോ ചെയ്തത്. അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP എന്ന് പറയുന്നത് കേവലം 20 ബില്യൺ. അവര് 100 വർഷം ഭരിച്ച 85 ബില്യന്റെ ഒരു ആയുധം വാങ്ങിക്കാനായിട്ട് അവർക്ക് സാധിക്കും.
അപ്പം എന്തോ ഒരു എത്ര വിചിത്രമായ രീതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ ടാക്സ് പേയേഴ്സിൻ്റെ $85 ബില്യൺ വസ്തുക്കളുടെ അസറ്റ് അവിടെ താലിബാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദികൾക്ക് കൈമാറിയത്. ഇന്ന് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരായിട്ട് അവർ ഇന്ന് തീവ്രവാദികൾ കാശ്മീരൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെയിൽഡ് ഫോറിൻ പോളിസി നമ്പർ 1. രണ്ടാമത്തത് റഷ്യ ഉക്രൈൻ വാർ. ഇന്ന് നമുക്കറിയാം the countries of the world look upon America as a world leader. ട്രംപിൻ്റെ സമയത്ത് ട്രംപ് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ്, അവിടെ ലോകത്തിന് ഒരു ഭയങ്കര വീരത്വം സൃഷ്ടിച്ച ഒരു പ്രസിഡന്റായിരുന്നു ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു മേശയിലിരുന്ന് സംസാരിച്ച് അത് ഒഴിവാക്കി അദ്ദേഹത്തെ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. പക്ഷേ ഈ ബൈഡനോ കമലയ്ക്കോ അത് സാധിച്ചില്ല. ഫെയിൽഡ് ഫോറിൻ പോളിസി. നോർത്ത് കൊറിയയുടെ റഷ്യൻ യുക്രൈൻ വാറിൽ പുടിനുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയോ അതിനുള്ളൊരു കമാൻഡ് ഈ പറയുന്ന കമലയ്ക്കോ ബൈഡനോ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അതേസമയത്ത് ട്രംപിൻ്റെ സമയത്ത് ട്രംപ് കൺട്രോൾ ചൈന ട്രേഡ് പോളിസിയിലൂടെ ഇറാനിയം നിലയ്ക്ക് നിർത്തി. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം പാലസ്തീൻ ഹമാസ് വാർ, അടുത്ത 3ാമത്തെ ഫെയിൽഡ് ഫോറിൻ പോളിസി. ഇന്ന് അതിൻ്റെ പേരിൽ ഇന്ന് ലോകത്തെമ്പാടും അരക്ഷിതാവസ്ഥയാണ്. യൂറോപ്പ് മുഴുവൻ അരക്ഷിതാവസ്ഥ നേരിടുകയാണ്, യൂറോപ്പിൽ പോലും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്ര ഇടതുപക്ഷ ലിബറൽ ഐഡിയോളജി വെച്ച് പുലർത്തുന്ന, ലോകത്തിന് മുഴുവൻ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഇടതുപക്ഷ തീവ്ര ഐഡിയോളജിയെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റ് പാർട്ടിയുടെ വക്താവായ കമലാ ഹാരിസ് ഇവിടെ പ്രസിഡന്റ് ആയാൽ ഈ രാജ്യം തീർന്നു എന്നുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് ഫോറിൻ പോളിസി ഇല്ല എല്ലാവർക്കും അറിയാമല്ലോ, എത്രയോ ആയിരങ്ങളാണ് ചത്തു വീഴുന്നത്, മരിച്ചു വീഴുന്നത്. യുക്രൈൻ വാർ ആൻഡ് ഇവിടെ ഇസ്രായേൽ ആൻഡ് ഹമാസ് വാർ ഇങ്ങനെ ലോകം. അപ്പോൾ ആ യുദ്ധം നിർത്തുവാൻ വേണ്ടി നിങ്ങളുടെ കാൻഡിഡേറ്റ് ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെ ആ യുദ്ധം പരിഹരിക്കും? യുദ്ധം നിർത്തും? സമാധാനം എങ്ങനെ കൊണ്ടുവരും എന്ന് മിസ്റ്റർ സാം ചോദിക്കുന്നു. അതേ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുന്നു. ഹൗ ടു സ്റ്റോപ്പ് ദ വാർ ഇൻ ബ്രീഫ്. പിന്നെ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ചോദ്യം. അൺഎംപ്ലോയ്മെന്റ് കാര്യം ഹാരിസ് ഹാസ് എക്സ്പ്ലെയിൻഡ് that she is bringing tax reduction for the working class, for the people who are buying first time houses. She has laid out all that and you have heard it. I don't want to repeat it. When these are done, employment will increase. More people will be employed. Secondly, regarding the war, you know, Mr. Blinken is running like Kissinger every day to Israel, to the other place, Hamas, and every day discussions are going on. You cannot dictate as Trump thinks or Trump's party thinks. They are doing what they can. They cannot shut off somebody. So they will do democratically, respecting the other country's freedom, their individuality. At the same time, Trump and Democratic Party says Israel will be supported all the time. Bush, your president, Moon president, simply says, "Oh, Israel will be wiped out soon if you vote for Democratic." These are frightening, like bullying. Oh, Third World War will come if Kamala is elected. Bullshit. This is simply frightening people. Don't be accepting all this. Second, so as I said, if Kamala Harris plans, she is a working lady, she became an attorney general and also now the vice president through her intelligence, hard work, and she was like any one of us if you read her life history. Secondly, she is a person who has been integrity, who had integrity. What is the record?
33 times she has been, no, your Trump has been convicted. 33 times. He is asking the court to postpone his sentence. Kamala Harris, what is her record? How many crimes she has committed? Come on, tell me. Are we voting for a criminal? Are we that low? In any country, people vote for a person, their integrity, their ability, their plan for the future. In immigration, she has made some mistakes. We all make. In my own life, I have made many mistakes, but I am not down. I get up, start killing the other person. If my opponent, my enemy, is knocking me down, okay, I will, like Muhammad Ali, I will fall down. Get up. Thank you. താങ്ക് യു. അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറഞ്ഞ ചോദ്യത്തിൽ ഉണ്ട് ഉള്ളടക്കം. താങ്ക്സ് ഫോർ ആ ചോദ്യത്തിന് വളരെ അർത്ഥമുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇപ്പോഴുള്ള സാധാരണക്കാരുടെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം 3 കാര്യങ്ങൾ. ഒന്ന്, സ്കൂൾ യങ്സ്റ്റേഴ്സിന്റെ unemployment. They're very much worried about it. I know many of them ask me to find jobs for them. അടുത്തത് 2, അവരുടെ സ്കൂളിലെ കോളേജ് ലോണിന്റെ റേറ്റ്, they can take a loan now 8 to 10%. ഇന്നത്തെ ഇൻഫ്ലേഷന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ 10% ആണ് അവരുടെ സ്കൂൾ ലോൺ എന്ന് പറയുന്നത്. They can't even afford that. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കണം. I want to go a little bit back. ഞാൻ വിചാരിച്ചു ആ സമയം ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ I did not say much earlier. But I know people are just going, all along. So let me go a little bit more into it. If you look at the history of America, in 1992, no, go back. 1992, there was a president and vice president. There was a Republican president, George Herbert Walker Bush. His vice president was Dan Quayle, a lame duck vice president. Good looking guy, but he was good for nothing. He was a Republican. Even Bush was doing the Gulf War, he was nowhere to be found. Everyone knows it. You know what happened? His approval rate was 30%. 30%. He didn't survive 1992 election. He didn't. He lost to Clinton. Clinton had a vice president named Al Gore. Everyone knows that. In 2000, his approval rate was 40%. And only thing he was care about was climate change, and he made millions and millions of dollars. With the 40% approval rate, he worked very hard, he lost. Now the next vice president, the lame duck vice president, is Kamala Harris. 28% approval rate. She hasn't done anything. She said about, well, I will do. Miss Kamala Harris, your first day was 4 years ago. Kids cannot find loan. They cannot find jobs. Inflation is through the roof. 2.9% was Trump left office. It went to 10%. 10%. Every one of you understand it. When you go to the grocery store, like he said, it was good enough for $100 for a whole week. Now you pay $300. Yes or no? The average poor people understand that. You know what? Even a simple Coke, 12 packs of Coke was $2, $3. Now it's almost $10. Inflation. Is it through all around the world? It could be. But it's all started in America because America is the leader of the free world. Let me tell you some more things. Gas price. It was $1.80 when Trump was president. I worked in the oil and gas for 25 years. I know oil and gas very well. Why the price went up? The first day Biden took office, he canceled the offshore drilling. He put a moratorium. Then the next thing he did on the same day, on the next signature is Keystone Pipeline. My son works for that company. Keystone Pipeline, he canceled it. Almost 1 million barrel of oil from the Canadian oil sands supposed to be coming to Texas, 1 million barrel of oil.
he canceled. And then the third thing is the canceling the moratorium and the lease companies, including the one that I was involved in, it pulled back out from all that. Oil price started climbing from that point to $6. Everyone knows that. What Biden did, he used the National Reserve to bring that down. National Reserve will only use for when your wartime come, emergency come. It was almost 800 million barrels. Now it's 300 billion. He took that, I depleted that the resources America kept for it. I'm sorry? No, sorry. Okay. Continue. So what happened is, Kamala said, we have a bipartisan bill brought it in the Congress, and Trump told, don't pass it. So we did not pass it. Is that what you need, a leader? Your leader should be like, you know what, we have a big problem. America is facing a crisis, a man-made crisis in this decade, which is immigration. Almost 21 million people crossed without any checking into this country, under the watch of Biden and Harris. She said, we could put another 1,500 more people in the ICE immigration. 1,500. If Trump would have passed that thing, come on. You only take 30 seconds to make an executive order. It say, I'm putting unlimited, all hands on deck. I'm going to put unlimited resources in the border, so there won't be anyone coming to close the border. It only take 30 seconds. Now she's saying it, well, I have to wait for a bill to come to my table, a year or later, then I sign it, then we will close the border. What a nonsense is that? That's pretty much nonsense. Kamala hasn't done anything. She will be a threat to America, period. Trump is not a threat to America. After 4 years, somebody say he ran away, and at least he left that place. Biden is the appointed nominee through the democratic process. Almost 15 million people voted for him. They said Trump is a threat to the democracy. 14 million. Then what happened? They rejected all the 14 millions, brought her through the back door, and installed, say, look, we have a new candidate, Kamala Harris. She had 2% on a, America has what they call a primary process. That means why Trump is there? Because he was elected through Trump. He has why Trump and Kamala. Well, it's obvious when Trump was elected, Kamala was not elected by the primary process. When she was running in 2020, she received 2%, the entire Democratic support. Even the first vote casted, she quit. She got out of the race. That is what Kamala, not a single person, American Democrats, including anyone else. Tell me, have you voted your nominee? You have not. You have not cast your ballot for her. We did. We gave our support to President Trump to be the nominee. Look at Israel. America's foreign policy is a failure, utter failure. 3 wars is going. Today itself, Israel getting attacked. Their prime minister is in the death watch by Iran. Under Kamala's and Biden's watch. Israel will be destroyed soon if you have not a good leader of America. Okay, thank you. Okay, do you want to reply to that? Any response to his? Time limit. Yeah, we will like maximum. Yeah, to keep the time limit. Oh yeah, I want time. Right. Yeah, we are again. We don't want to lose much time. Okay. Okay. ഡിഫറെന്റ് ആയിട്ടുള്ളതുകൊണ്ട് അത് പറയാനൊക്കെ സമയമുണ്ട്. ഞാൻ എടുത്ത് അത്രയും തന്നെ എടുക്കില്ല. 1-2 സെക്കൻഡ് എടുക്കുള്ളൂ. കമല ഹാരിസിനെ ആരും എലക്ട് ചെയ്തില്ലായിരുന്നു. അത് ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്കെങ്കിലും അറിയാം. There is an election process. There's not only one process. There is second process. She got enough delegates and she is elected as a nominee of Democrats. Then Biden withdraw. People said Biden is old and this 78-year-old person is telling 81-year-old person is old. Just like
നമ്മള് പിന്നെ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ മന്തുള്ളവൻ മണ്ണിനകത്ത് കാല് കുത്തിയിട്ടു എന്നിട്ട് അടുത്ത് പോകുന്നതിനെ മന്താന്ന് വിളിക്കുന്നത് പോലാണ് 78 വയസ്സുള്ള ട്രംപ് 81 വയസ്സുള്ള 50 കൊല്ലം ഭരിച്ച് പാടവമുള്ള ബൈഡൻ പിന്നെ ഓർമ്മക്കുറവ് അതും ഇതുമൊക്കെയാന്ന് പറയും. ഇപ്പം ഞാൻ വേണേ പറയാം, ട്രംപിന് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ് പോലും ആ വൈറ്റ് ഹൗസിൽ എന്ന് പറയുന്നത്. MF എന്ന ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രംപ് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ഒരാളുടെ ബോധമുണ്ടോ? ചിലപ്പോൾ പുള്ളിക്ക് ബോധമില്ലായിരിക്കും. അതുകൊണ്ട് പുള്ളിയുടെ ഏജിനെ പറ്റിയും ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കമല ഹാരിസ് ഈസ് സെലക്ടഡ് ബൈ ദി ഡെമോക്രാറ്റ് ഡെലിഗേറ്റ്സ്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്നാ പറഞ്ഞ വാറിന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ പറഞ്ഞോ ഇനി എന്തോ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റുഡന്റ് ലോണിന് ഫോർഗീവ്നെസ് കൊടുക്കുക എന്ന് പറഞ്ഞാണ് പിന്നെ നമ്മുടെ ബൈഡൻ കയറിയത്. ബൈഡൻ ഫോർഗീവ്നെസ് കൊടുത്തു, പക്ഷെ എല്ലായിടത്തും പാസ്സാക്കിയില്ല. സെനറ്റിലും കോൺഗ്രസിലും പാസ്സാക്കിയില്ല. അതുകൊണ്ട് കുറെയൊക്കെ നടന്നില്ല. പക്ഷെ ട്രംപ് ഒരിക്കലും സ്റ്റുഡന്റ് ലോണിന് ഫോർഗീവ്നെസ് കൊടുക്കുമെന്നോ സ്റ്റുഡന്റ് ലോൺസ് കൊടുക്കുമെന്നോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഓർമ്മ തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അടുത്ത എന്താ ചോദ്യം? അടുത്ത ചോദ്യമില്ല, വരുന്നേ ഉള്ളൂ. ഏജ് ബൈഡന്റെ ഏജിനെ പറ്റി പറഞ്ഞു. അപ്പോ ഒരു കാലിലും മന്ദുള്ളവൻ 2 കാലിലും മന്ദുള്ളവനെ ക്രൂശിക്കാൻ നടക്കുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. എല്ലാം ശരിയായ കാര്യങ്ങളാണ്. ആരും മോശക്കാരല്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ടുള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ യുദ്ധത്തെ പറ്റി പറഞ്ഞു. യുദ്ധം ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ വൈറ്റ് ഹൗസിൽ ഇപ്പോൾ ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ട്രംപ് അവിടെ പറഞ്ഞു. അപ്പോ അത് അവിടെ ബൈഡൻ ആയിരുന്നത് കൊണ്ടാണ് അവിടെ യുദ്ധമുണ്ടായത്. പിന്നെ വേറൊന്ന് പറയുന്നു, ട്രംപ് പറയുന്നു ഓക്കെ അമേരിക്ക ഒത്തിരി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആ പറയുന്ന യുദ്ധത്തിലേക്ക്, യുക്രൈൻ യുദ്ധത്തിലേക്ക് കൊടുക്കുന്നു. യുദ്ധം നടത്തണം, പക്ഷേ അതിന് അമേരിക്ക മാത്രം പോരാ, നാറ്റോയിലെ യൂറോപ്പ് അവരുടെ പോക്കറ്റും നിന്ന് കാശ് പോകണം അതിലേക്ക്. അല്ലെങ്കിൽ ഞങ്ങളും നിരുപാധികം ആ യുദ്ധത്തിൽ പിന്മാറും, അതായത് നാറ്റോ വീക്കാകും എന്ന് ഇവിടെ ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒക്കെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല. ആ ചോദ്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, അത് 2 കൂട്ടരും ഈക്വലി ഏതാണ്ട് ശരിയാണോ കുറ്റമാണോ എന്ന് എനിക്കറിയില്ല. ഐ ആം എ മോഡറേറ്റർ ഓൺലി. അടുത്തത് നമുക്ക് ചോദ്യത്തിലേക്ക് വീണ്ടും ആവർത്തിക്കണോ? ഫോറിൻ പോളിസി പറയുന്നു. ഞാൻ ഡേ 1 ഓക്കെ, ഞാൻ എലക്ട് ചെയ്യപ്പെട്ട ഡേ 1 മുതൽ ലോകത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്പാടുകൾ പാറിപ്പറക്കും എന്നും സമാധാനമായിരിക്കും. സമാധാനവും ശാന്തിയും ലോകത്തെങ്ങും എനിക്ക് 2005 കൊടുക്കാൻ പറ്റും. അപ്പോൾ മറ്റുള്ളവര് ആവർത്തിക്കുന്നു, നിങ്ങൾ എലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ വൈറ്റ് ഹൗസിലേക്ക് വിപ്ലവം നയിക്കില്ലേ? ഇവിടെ ബൈഡൻ ജയിച്ചപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഗുണ്ടകളെ അയച്ച് വിപ്ലവം നയിച്ച് അവിടെ പ്രസിഡന്റിന്റെ സീറ്റെ പോലും പോയി കുത്തിയിരുന്ന ഒരു ചരിത്രമില്ല എന്ന് ഇവർ തിരിച്ചടിക്കുന്നു. അപ്പോ ആ വിഷയത്തെ പറ്റി ഒന്ന് ജയിച്ച ആളെ അംഗീകരിക്കാൻ 2 പാർട്ടിക്കാരും തയ്യാറാണോ? അതായത് കമല ഹാരിസ് ജയിച്ചാൽ ഈ പറയുന്ന മാതിരി വീണ്ടും പഴയത് ആവർത്തിക്കാതെ ഈ പറയുന്ന നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ട് അംഗീകരിക്കുമോ ഇവരെ? അതേമാതിരി ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനി ജയിച്ചു കഴിഞ്ഞാൽ കമല ഹാരിസ് ട്രൂ അതിനെ അംഗീകരിക്കുമോ? ആ ഒരു ചോദ്യം നിങ്ങളൊന്ന് ഉത്തരം 2 കൂട്ടർ ഉത്തരം പറഞ്ഞാൽ നല്ലതാണ്. ഞാൻ കാണികൾക്ക് വേണ്ടി കൂടെ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞോട്ടെ ആൻസർ പറയൂ. Kamala Harrison is a person who goes by rule of law. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും നിയമങ്ങൾ അനുസരിച്ചും പോകാൻ ബാധ്യസ്ഥയാണ്. അത് അവൾ പറഞ്ഞു കഴിഞ്ഞു.
she is ruling by the constitutions. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ഇല്ല, അത്രേ ഉള്ളൂ. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. കമല ഹാരിസ് പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ട്രംപ് അതിനെ എതിർക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം അധികാരം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അധികാരം ഇപ്പോൾ പ്രസിഡന്റ് ബൈഡന്റെ കയ്യിലും കമല ഹാരിസിന്റെ കയ്യിലും ആയിരിക്കുന്നത്. ആളുകൾ പോയി എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പോലീസിനെയും പട്ടാളത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നേരത്തെ ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ അതൊരു വ്യത്യസ്ത സാഹചര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കമല ഹാരിസ് ജയിക്കുവാണെങ്കിൽ ഒരു പ്രസിഡന്റായിട്ട് തന്നെ കയറും. അതുമാത്രമല്ല, ഈ ഡിബേറ്റ് നടന്നപ്പോൾ ട്രംപ് അവർക്ക് ഹസ്തദാനം കൊടുത്തിരുന്നല്ലോ. അന്നേരം ആ നിലയിലൊരു ചലഞ്ചായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു മീറ്റിംഗ് ആണ് ഇത്. ഡിബേറ്റ് ഇവിടെ സംഘടിപ്പിച്ച എല്ലാ കമ്മിറ്റിക്കാരെയും ആദ്യമേ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ചോദ്യം ഫ്രണ്ട് സൈഡാണ്. ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്നത് നമ്മുടെ മലയാളികളാണ്. അപ്പം നമ്മുടെ മലയാളികൾക്ക് ഇന്ത്യക്കാർ, നമ്മുടെ ഇന്ന് അമേരിക്ക കുടിയേറിയവർ, നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ ടെക്സാസും മിസിസിപ്പിയിലും ഫോർട്ട് ബെൻഡിലും അമേരിക്ക മൊത്തം നോക്കിയാണ്. എന്തുകൊണ്ടാണ് മലയാളികൾ ഇന്ത്യൻസ് വോട്ടിംഗ് ശതമാനത്തിൽ വളരെ കുറവ്? ഞാനൊക്കെ നാട്ടിൽ വോട്ട് ചെയ്തിട്ടാണ് വന്നു, പഞ്ചായത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അമേരിക്ക വന്നു കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ, മലയാളികൾ, ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ്, ഏഷ്യൻസ് ഇല്ല, വോട്ടിങ് വളരെ പിന്നിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ രണ്ട് സൈഡിനും ബാധിക്കുന്നുണ്ട്. അതിനെ ഏത് സൈഡാണ് ഇതിനെക്കുറിച്ച് സ്ട്രാറ്റജീസ് ഉള്ളത്, ഈ ഫീൽഡിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്? സെക്കൻഡ്, ലീഗൽ ഇമിഗ്രൻ്റ് ആയ ഞാൻ, എനിക്ക് ചാലഞ്ചാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ്. അപ്പോൾ ലീഗൽ സിറ്റിസൻസിനെ, ലീഗൽ ഇമിഗ്രൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏത് സൈഡിനാണ് കൂടുതൽ സ്ട്രാറ്റജീസ് ഉള്ളത്, അല്ലെങ്കിൽ മികച്ച നിലപാടുകളുള്ളത് എന്ന് കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഞാനിവിടെ വളരെ കാലമായിട്ട് പറഞ്ഞില്ല, പൊതുപ്രവർത്തകയാണെന്ന്. ഇവിടെ കോട്ടൺ കൗണ്ടിയിലെ ഓൾമോസ്റ്റ് ഓൾ ഇലക്ടഡ് ഓഫീഷ്യൽസിന് വേണ്ടി ഞാൻ അവേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കാത്ത ഒരു വീടുകളുമില്ല. അവരെന്നോട് ചോദിക്കുന്ന എന്താണ്, ഒരു ചേച്ചി, ഇവരങ്ങോട്ട് മുൻപോട്ട് പോയാൽ നമുക്ക് എന്താണ് പ്രയോജനം, ഇവരെ വോട്ട് ചെയ്തുകൊണ്ട്? അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നുമില്ല, എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ വിളിച്ചാൽ ഇവര്, ചിലരുടെയൊക്കെ പേര് എനിക്ക് പറയാനുണ്ട്, ഞാൻ അർദ്ധരാത്രിക്ക് വിളിച്ചാലും. അപ്പൊ നമ്മുടെ പൊതുജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം ഇതാണ്, ഇവര് മുൻപോട്ട് പോയാൽ നമുക്ക് എന്ത് പ്രയോജനമാണ്? ഇപ്പൊ സിറ്റിസൻസിന്റെ ടാക്സ് തന്നെ നിങ്ങളൊക്കെ പറഞ്ഞു. ടാക്സ് എന്തുമാത്രം? ഞാനൊരു സിംഗിൾ പേഴ്സൺ ആണ്, എബവ് 65 ആണ്. ടാക്സ് എത്രയാണ്? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ മലയാളികള് മിക്കവാറും പേര് ഇവരുടെ പേരിനും അവരുടെ പൊസിഷനും വേണ്ടി അവര്, പരമാർത്ഥക്കാരിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും വേണ്ടി ഞാൻ വിളിക്കാറുണ്ട് വീടുകളിൽ, ഒന്നല്ല പല ആവർത്തിയും. ഇതാണ് നമ്മളുടെ മലയാളികളുടെ. അപ്പോൾ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞും അവരെ സഹോദരങ്ങളെ പോലെ വിളിക്കുക. ഇന്നൊരാളെന്നോട് പറഞ്ഞു, രണ്ട് സിമ്പിൾ കാര്യം വലിയൊരാളിന്റെ മുൻപിൽ അവതരിപ്പിച്ചു, അത് രണ്ടും റിജക്ട് ചെയ്തു. അതുകൊണ്ട് ഡെമോക്രാറ്റ് ആയിരുന്ന അദ്ദേഹം പിറ്റേ ദിവസം റിപ്പബ്ലിക്കനിലോട്ട് മാറി. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരിക്കലും മാറത്തില്ല. ഒരിടത്ത് ഞാൻ നിന്നാൽ അവിടെ നിന്നുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് എൻ്റെ പേഴ്സണാലിറ്റി കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യരെ മുൻപോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അത് നമ്മൾ അനുഭവിച്ച് കാണുന്നുണ്ട്. ഇവർ മുൻപോട്ട് പോയാൽ ഇവരെ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? കേൾക്കാമോ? പൊന്നപ്പിള്ള പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഞാനും പല വോട്ടിനും പല അപ്പൊ ഞാനും ഇതുപോലെ പലയിടത്തും വിളിച്ചപ്പോഴും പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ല ഡെമോക്രസിയിൽ വോട്ട് ചെയ്ത് നല്ല പ്രാക്ടീസായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. വോട്ട് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാനുണ്ട്. ഇപ്പോൾ പലരും ഇവിടെ ആദ്യം വന്നിട്ടുള്ള ആളുകൾ കുറേ നാൾ, ഒരു 6-7 വർഷം കഴിയാതെ നമുക്ക് ഒരു സർവൈവൽ, നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്, പിള്ളേരുണ്ട്, ഫാമിലിയുണ്ട്. നമ്മളൊരു ഫാമിലി വാല്യൂസ് കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് അധികവും വോട്ടിന് വരാത്തതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ വോട്ട് ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ടില്ലാഞ്ഞിട്ട് നമ്മളെല്ലാവരും വോട്ട് ചെയ്തത്.
ആ ഡെമോക്രാറ്റിക് വേയിൽ കൂടെ എല്ലാ പാരമ്പര്യത്തിലുള്ള വന്നിട്ടുള്ള ആളുകളാണ്. പലരും പറഞ്ഞു ട്രംപ് ഇല്ലീഗൽ വേ കൂടെയാണ് എല്ലാ കാര്യങ്ങളും. ഈ രാജ്യത്തൊരു ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ജുഡീഷ്യൽ സിസ്റ്റം വെറുതെ ഫ്രീ ആയിട്ട് അല്ല, ആ കോട്ട തന്നെ വിട്ടില്ലേ? മലയാളികള് പ്രത്യേകിച്ച് ഇന്ത്യൻസ് വോട്ട് ചെയ്യാൻ പുറകോട്ടാണെന്ന് പറയാൻ പറ്റില്ല. ഒരർത്ഥത്തില് മലയാളികൾ വോട്ട് ചെയ്യാൻ മുന്നോട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പിറന്ന അമേരിക്കക്കാര് ചെയ്യുന്നതിൽ കൂടുതൽ ലൈനിൽ പോയി നിന്ന് വോട്ട് ചെയ്യുന്ന മലയാളികൾ. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പോർട്ട്മൻ കൗണ്ടിയിൽ തന്നെ 4, 5, 6 ഇന്ത്യൻസ് എലക്ട് ചെയ്യപ്പെട്ടതിന് ഒരു കാരണം. അല്ലാതെ ഒറിജിനൽ അമേരിക്കക്കാർ വോട്ട് ചെയ്തുകൊണ്ടല്ല, കൂടുതലായിട്ട് അവർ ഇന്ത്യക്കാരുടെ ഭവനങ്ങളിൽ പോയി മുട്ടി ഇവരെല്ലാം ക്യാമ്പയിൻ നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് മലയാളി നമ്മുടെ കേരളത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവർ വളരെ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. ആ രാഷ്ട്രീയ പ്രബുദ്ധത ഈ അമേരിക്കയിലേക്കും അവർ തീർച്ചയായിട്ടും ഇറക്കുമതി ചെയ്തു. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ഈ ഡിബേറ്റ് ഇവിടെ തന്നെ കൂടുന്നത്. ഓക്കെ, ഇവരും പ്രസിഡന്റ് ആകാൻ പോകുന്നില്ല, പക്ഷെ നമ്മൾ പ്രബുദ്ധരായ ഒരു ജനക്കൂട്ടമാണ്, അവരെ ആക്കണം, അതിനു വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ അർത്ഥമില്ല കൂടുതലായിട്ട് കേട്ടോ. സോറി. പിന്നീട് വേറെ ഒരു കാര്യം കൂടെ പറയാം, തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ വോട്ടിങ്ങിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടി എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, അമേരിക്കക്ക് എന്ത് കിട്ടി. ഓക്കെ, നമ്മൾ ഇന്ത്യൻ അമേരിക്കൻസ് ആണ്. എനിക്ക് വാട്ട് ഡിഡ് യു ഡു ഫോർ മീ എന്നല്ല ചോദിക്കേണ്ടത്. വൺസ് വി ആർ ഇമിഗ്രേറ്റഡ്, വി ആർ എ പാർട്ട് ഓഫ് അമേരിക്കൻ സിറ്റിസൺസ്, വി ആർ റിയൽ സിറ്റിസൺസ്. രാജ്യത്തിന് എന്ത് കിട്ടി, അതുകൊണ്ട് ആ രീതിയിൽ വേണം പ്ലീസ് ചിന്തിക്കാൻ. അപ്പോൾ വേറെ ഗുജറാത്തി വരുന്നു, അല്ലെങ്കിൽ തമിഴ് വരുന്നു, ആന്ധ്ര വരുന്നു, അവരുടെ കാൻഡിഡേറ്റ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിനൊരു അർത്ഥമില്ല. അമേരിക്കയിൽ ദ ബെസ്റ്റ് നമ്മൾ എലക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇന്ത്യക്കാരനായ ഒരു കാൻഡിഡേറ്റ് മോശപ്പെട്ടവരാണെങ്കിൽ ഈ ഷുഡ് ബി വോട്ടഡ് ഔട്ട്. അവരെ രണ്ടാമത് നമ്മൾ ജയിപ്പിക്കരുത്. തീർച്ചയായിട്ടും അതാണ് വേണ്ടതെന്ന് എനിക്ക് ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയ രീതിയിൽ പറയും. ഓക്കെ, താങ്ക് യു. സോറി. ഡെമോക്രാറ്റിന്റെ സൈഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ തന്നെ രണ്ട് കൂട്ടരോടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഈ ഗൺ കൺട്രോളിനെ കുറിച്ച്, ഹൗ ഡു വി കൺട്രോൾ ദ ഗൺ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജിയയിലെ കേട്ടു, ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ ഒരു ടീച്ചേഴ്സിനെയും 2 ക്ലാസ്മേറ്റ്സിനെയും വെടിവെച്ച് വന്നു എന്നുള്ളത്. ഞാൻ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് നാൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾ പറഞ്ഞു, യു ക്യാൻ ക്യാരി ഗൺ ടു ദ ക്ലാസ് റൂം. ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ എല്ലാ ക്ലാസ് റൂമിലും പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു നമ്മുടെ. അപ്പോൾ അങ്ങനെ ഒരു ഇവിടുത്തെ ഈ വെദർ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റ് ഓർ എ റിപ്പബ്ലിക്കൻ, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ഗൺ ലോബി. അത് ആർക്കും പറ്റുന്നില്ല. അതെന്താ ചെയ്യാത്തത്? അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഈ എക്സ്പേർട്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ I want to hear both from the Democrat side and the cannot be controlled. Democrats brought several times to control the gun, at least to control the gun, not to say they are not saying eliminate, at least control by legally. Always the gun lobby is giving money to the Republican government candidates, and therefore Republicans will never vote to control gun control. So don't vote for the Republican Party. If you vote, majority is coming from the majority congressmen and representatives are from Democratic. We will do something better. Please. That is a very important issue. Thank you. The Second Amendment, nobody here in America is against Second Amendment. We want to carry, but assault weapons should be stopped, and there should be a check
background check. These two things he enforced. All the killings are happening not with the simple guns, assault weapons. So assault weapons sale should be stopped and Second Amendment should be accepted. I am for Second Amendment but not for assault weapon. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഗൺ കൊടുക്കാവൂ. ലൈസൻസ് വേണം. സെൽഫ് സെക്യൂരിറ്റി ഹൈ ഒഫീഷ്യൽസിന്, അതുപോലെ ജന്മിമാർക്ക് ഇത്രയേറെ അവർക്ക് എവിടെ നിന്നെങ്കിലും, അല്ലാതെ കൊച്ചു പിള്ളേർക്കും അതിന് ഏജ് ലിമിറ്റ് വേണം, അതിന് ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് വേണം, എല്ലാം ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കാം. ഗൺ കൺട്രോളിനെ കുറിച്ച് അല്പം സംസാരിക്കാം. ഞങ്ങളുടെ കേട്ടത് തെറ്റായ കാര്യമാണ്. ഡെമോക്രാറ്റ് വോട്ട് ചെയ്യണം, പ്ലീസ് ഡോണ്ട് വോട്ട് ഫോർ റിപ്പബ്ലിക്കൻ. ഡെമോക്രാറ്റ് വോട്ട് ചെയ്താൽ ഇവിടെ ഗൺ കൺട്രോൾ നടക്കുമെന്ന് മിസ്റ്റർ മാത്യു എടപ്പാറ പറഞ്ഞു. ഞാൻ അതിനെ ഒന്ന് കോൺട്രഡിക്റ്റ് ചെയ്യാൻ. ഡെമോക്രാറ്റിനെ എലക്ട് ചെയ്താൽ അത് നടക്കും, റിപ്പബ്ലിക്കനെ എലക്ട് ചെയ്ത് യു ഹാവ് എ ഡെമോക്രാറ്റ് പ്രസിഡന്റ് ഇൻ ദ വൈറ്റ് ഹൗസ്. Why yesterday there was a shooting? Why there was a shooting today? Let me go, but you don't need to answer on that. Just think about that. If you look at Second Amendment, in 1791, December 15, America changed their constitution, made amendment for 10th Amendment, what they call civil rights. 4th Amendment, that's Second Amendment, you have the right to bear arms on the land. You need a strong militia to protect the land and protect the people. അത് മാറ്റാൻ അമേരിക്കയിൽ ഡെമോക്രാറ്റിനും റിപ്പബ്ലിക്കനും പറ്റില്ല. Let me give you some example, okay? In 1999, Columbine High School in Littleton, Colorado, 15 kids were shot down. Clinton was president at that time, okay? But Clinton didn't do it. Hold on. In 2007, in Blacksburg, Virginia, 23 kids were shot down. Bush was president. Bush was president. He was a Republican. I'm telling you, there was a Democrat, he was a Republican. Now, 2012, there was in Connecticut, Newtown, Connecticut school shooting. 28 children were shot down. Obama was president. In 2018, Santa Fe High School, very close. 15 children were shot down. Trump was president. 2022, Uvalde, Texas. 22 kids were shot down. Biden was president. I was at Uvalde. I stood with those people. I hugged them. Many of us were there. Santa Fe 2018, we were there with our parents. What I'm saying is your statement is absolutely wrong. Biden just made a bill in June 2022. It says, I am putting the most and the stringent law for gun control. He did about a year ago. Why yesterday this happened? But now, look at, you might say Texas may have the very unrestricted laws in Texas. Look at California. When you look at the school shooting, 7 mass school shooting happened, the strict controlled, gun controlled state called California. Texas had 3. So Second Amendment it is not what is Democrat or Republican. Last week, the presumptive nominee, Kamala Harris said, if somebody walk in my door, I will shoot them down. Same person last month, 2020, said, I will take away your gun. Confiscated your gun. I will take your Second Amendment out. The same person. That she flip-flopped. മൂല കാരണം എന്താണ്? Well, listen. Lobby. Well, listen. So Kamala Harris under the influence of lobby. I should say I will keep my gun on her shoot down. ഇതാണ്. അപ്പോൾ ആരും കേരളത്തിലെ നിയമം പലപ്പോഴും ഇവിടെ പ്രാവർത്തികമാക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഒരുപക്ഷെ ഞാൻ വിഡിത്തമായിരിക്കാം പറയുന്നത്, കേരളത്തിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയ നിയമം എനിക്ക് തോന്നുവാണ്. ഒന്ന്, ഇവിടെ നമ്മൾ പത്രമാധ്യമത്തിലൊക്കെ വായിക്കാറുണ്ട്, അരിക്കപ്പൽ അല്ലെങ്കിൽ ഈ പടയപ്പ ഒക്കെ കൃഷിനാശത്തിലൊക്കെ ആയിട്ട് വരും,
അപ്പോൾ കേരളത്തിൽ കണ്ട് അവനെ ഒരു എന്താ മയക്കുവെടി വെച്ച് അങ്ങോട്ട് മയക്കാൻ പറയും. തൽക്കാലം എന്തിനായി ഗൺ? സെൽഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ ഗൺ മയക്കുവെടി വെക്കത്തക്ക രീതിയിലുള്ള പിസ്റ്റോൾ ഗൺ ലൈസൻസ് കൊടുത്തുകൂടാ? അപ്പോൾ മയക്കി കിടത്തലോടെ കള്ള കയറുവാണ്. അവനെ ഒരു കയറുമ്പോൾ തന്നെ അവനെ ഒന്ന് മയക്കി വെടിയേക്ക് വെച്ചിട്ട് അവനെ മയക്കി അതിനോട് രക്ഷപ്പെടുക, പോലീസ് എല്ലാവരും വിളിക്കുക. അതിനു മുമ്പ് നമ്മുടെ സ്വയം രക്ഷയ്ക്കല്ല ഇത്. അപ്പൊ അപ്പോഴത്തേക്കും രക്ഷപ്പെട്ടോളണം മയക്കുവെടി. പരീക്ഷിച്ചാലോ? നിങ്ങളുടെ അഭിപ്രായമല്ല രണ്ടുകൊണ്ടിനോട് ചോദിക്കുക. ഡാൻ പറഞ്ഞതിന് ഒരു മറുപടി. സെക്കൻഡ് അമെൻഡ്മെന്റ് we Democrats did not challenge. I am one of the panelists in the panel. Only thing said, complete background check and assault weapon ban. Assault weapon, you don't need to protect yourself. That is all what we are talking. Yeah. Let me answer that, okay? So you respect a second time. Everything what they do is the first time. You shoot either and then second time or either first time. If I look at you and say, I want to profile you, uncle, and say, we cannot give you a weapon to you and profile you. We are taking away your Second Amendment. You have a Second Amendment to carry your weapon regardless of what it is. Moderator, please. ഞാൻ ഗൺ മാൻഡേറ്ററി ആയിട്ട് 33 വർഷം ഗവൺമെന്റ് തന്നെ കൊണ്ടു നടന്നു. ഷൂട്ട് ചെയ്താൽ കിൽ ചെയ്യാന്നാണ്. ഷൂട്ട് ടു കിൽ, നോട്ട് ടു മയക്കുമരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല. കാരണം the enemy നമ്മളെ ഓവർകം ചെയ്യും. Therefore, don't even show your gun. Oh, I have a gun. Never. If use it to kill, if you happen to be, that is the way we have been taught, and that is the way we have been conducted. We never killed anybody. I never, 33 years I carried mandatory, and I never killed anybody. I never showed my gun to anybody. Thank you, Mr. Martinez. ഞാൻ ന്യൂയോർക്കിലായിരുന്നു. എനിക്ക് തോന്നുന്നു ന്യൂയോർക്കിൽ ആദ്യം തോക്കിന് ലൈസൻസ് എനിക്ക് അദ്ദേഹത്തിനാണ്. താങ്ക് യു. യെസ് സർ. ഒരു ക്വസ്റ്റ്യൻ ഡെമോക്രാറ്റിനുണ്ട്. അതായത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. വളരെ അതിവിശാല ഞാൻ കറണ്ട് സെക്ഷനിലുള്ള ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ 3.5 കൊല്ലത്തെ ഭരണത്തിന്റെ ഫലമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു ചെറിയ കാര്യം. നിങ്ങൾക്കറിയാം, ന്യൂയോർക്കില് മെട്രോ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്ത് എസ്കോർട്ടോടുകൂടിയാണ്. കാരണം ക്രൈമിന്റെ ആധിക്യം, കാലിഫോർണിയയിലും ക്രൈമിന്റെ ആധിക്യം കൊണ്ട് ആൾക്കാർ സന്ധ്യയാകുന്നതിന് മുമ്പ് ഷോപ്പുകൾ അടയ്ക്കും. ഇത് മുഴുവനും വന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ രാജ്യത്ത് കടന്നുകൂടുകയും, അതായത് വിദേശ രാജ്യങ്ങളിലുള്ള ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകൾ, മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുകൾ മെക്സിക്കോ വഴി ഈ രാജ്യത്ത് കടക്കുകയും അതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ്. ട്രംപ് അതിന് ഉത്തരം കൊടുത്തു. ഓൾറെഡി പുള്ളി പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബൗണ്ടറി ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഈ ഓൾമോസ്റ്റ് ഡൺ ഇൻ ഈസ് 4 years ടൈം. കമല ഹാരിസ് അധികാരത്തിൽ വന്നാൽ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൈം ഏത് രീതിയിൽ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ റിമൂവ് ചെയ്യും? എനിക്ക് ബഹുമാനപ്പെട്ട അവരോട് ചോദിക്കാനുള്ള, ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ഈ ക്രൈം ചെയ്യുന്നതെന്ന് ഉള്ളതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഉണ്ടോന്ന് പറഞ്ഞാൽ മതി. എഴുന്നേക്ക് വന്നു വേണ്ട. അദ്ദേഹം പറയുന്നു, ഇവിടെ ഇപ്പൊ ഷൂട്ടിംഗ് നടന്ന സ്കൂളിലെല്ലാം ഷൂട്ടിംഗ് നടന്ന ഞങ്ങളെല്ലാം ബഹുമാനപ്പെട്ടാനൊക്കെ പല പ്രാവശ്യം പറഞ്ഞു. എത്ര ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് അവിടെ ഷൂട്ട് ചെയ്തത്? അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ അതിന്?
ഇതാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇല്ലീഗൽ, ഞാൻ പറയാം, പുറകിലോട്ട് വേണേ പോകാം. ദിസ് ഈസ് എ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ്. ഈ രാജ്യത്ത് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. പണ്ടത്തെ കാലത്ത് ഈ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ ക്രിമിനൽസിനെയാണ് ഇവിടെ കപ്പലെ കൊണ്ടുവന്ന് നിങ്ങൾ ഡംപ് ചെയ്തിരുന്നത്. ആദ്യകാലത്ത് ഇവിടെ വന്നിരുന്ന അവിടെ വേണ്ടാത്തവരെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തത് അമേരിക്കയിലോട്ട്. അങ്ങനെ ഒത്തിരിയും ആദ്യകാലത്ത് ക്രിമിനൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന രാജ്യമാണ്. അതുകൊണ്ട് ഈ ക്രിമിനൽസിനെ മാത്രം അങ്ങോട്ട് ഇത് ചെയ്യാതെ ഇവര് ക്രിമിനൽസിനെ മാത്രമായി ഈ ബോർഡറിൽ കൂടെ കയറ്റി വിടുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാരൊക്കെ വരുന്നില്ല. കൊച്ചു പിള്ളേരൊക്കെ ഏത് ക്രിമിനലാ? സ്ത്രീകൾ ഏത് ക്രിമിനൽസാ? ഈ വരുന്ന കൂട്ടത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ കാണും. ഇപ്പൊ ട്രംപിന്റെ കൂടെ തന്നെ ക്രിമിനൽസ് ഉണ്ടോന്ന് ഞാൻ പറയാം. ഇപ്പം എന്നോട് ഈയിടെ 2 പ്രാവശ്യം ട്രംപിനെ വെടിവെച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഞാനത് കേട്ടത് ഈ 2 പേരും റിപ്പബ്ലിക്കൻസ് ആയിരുന്നു ആദ്യം, പിന്നെ അവര് ഡെമോക്രാറ്റ് ആയതാണ്. ഈ 2 ഷൂട്ട് ചെയ്ത ആൾക്കാരും റിപ്പബ്ലിക്കൻസ് ആയിരുന്നു. അവർ 2 ക്രിമിനൽസും അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ക്രിമിനൽസിനെ അങ്ങോട്ട് അസോൾട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ SK ചെറിയാനും നമ്മൾ ഒന്നും ഇവിടെ വരത്തില്ലായിരുന്നു. ലീഗലായിട്ട് വരുന്ന മാത്രം ഒരു സിസ്റ്റത്തിൽ ആയിരുന്നു നമ്മളെല്ലാവരും വന്നേ. എല്ലാവർക്കും നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന ഇഷ്ടം. ഇവിടെ നിയമപരമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വൈറ്റ് ഹൗസിലും അവിടെ ഇരുന്ന് ചെയ്ത് പാരമ്പര്യം കാണിച്ച ഒരാളാണ്. ജയിച്ച ഒരാളിനെ തോറ്റെന്ന് എനിക്ക് ഒരു വോട്ട് അധികം തന്നേച്ചാൽ മതി കേട്ടോ. ഒരു സിറ്റി വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ആ ഉള്ളതിൽ ഒരു വോട്ട് അധികം തന്നാൽ മതി എന്ന് പറയുന്ന ആളാണ് നിയമത്തിനെ പറ്റി സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് നിയമത്തിനധികം മുന്നോട്ട് പോകും. നിയമം is for you and me, the same law we both will apply. Not one person one law, the other person other law. Thank you very much. കോമൺലി, അതായത് ഞാൻ പറഞ്ഞ കാര്യം ന്യൂയോർക്കിലെയും കാലിഫോർണിയയിലെ കാര്യം കോമൺലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഡെമോക്രാറ്റിക്കിന്റെ കാൻഡിഡേറ്റും അക്സെപ്റ്റ് ചെയ്തു, കമല ഹാരിസും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രംപും അക്സെപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് കമല ഹാരിസ് അധികാരത്തിൽ വന്നാൽ ഈ ക്രൈം ഏത് രീതിയിൽ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുമെന്നാണ് ചോദിച്ചത്. കമല ഹാരിസിന്റെ പോളിസി അനുസരിച്ച് ബോർഡർ സെക്യൂരിറ്റി ബില്ല് ഇപ്പോൾ പാസ്സാക്കിയത് ബൈപാർട്ടീഷനായിട്ട് പാസ്സാക്കിയത് ട്രംപ് സ്റ്റോപ്പ് ചെയ്യിച്ച ആ ബില്ല് ഷീ വെരി ക്ലിയർലി സെഡ് ഇഫ് ഇറ്റ് കം ടു മൈ ടേബിൾ ഐ വിൽ സൈൻ ദാറ്റ്. ഇത് ബൈപാർട്ടീഷനായിട്ട് 2 പാർട്ടിയും റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും കൂടെ എഗ്രി ചെയ്ത് പാസ്സാക്കിയതാണ്. ആ ബില്ല് എൻ്റെ ടേബിളിൽ വന്നാൽ അതേലുണ്ട് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന്. സോ ഐ വിൽ പാസ്. ആൻഡ് ട്രംപ് ന്യൂ ദാറ്റ് there is a bylaws, there is rules and regulation. So Trump said, don't pass now. സ്പീക്കർ ഉടനെ പറഞ്ഞു എന്നാൽ ഇത് വോട്ടിന് പോലും വിടുന്നില്ല. ആ ബില്ല് പാസ്സാക്കുമ്പോൾ അതിനകത്തുണ്ട് നിയമങ്ങളൊക്കെ. കമല ഹാരിസ് told that she will do it. ക്രിമിനൽ ചോദിച്ചില്ലെന്ന് അവളി പറഞ്ഞു. ഞാൻ അറിയാതെ പറഞ്ഞു. Biden administration recently claimed that crime is down in America. Crime is down in America. പക്ഷെ ഞാനിപ്പം SK ചോദിച്ചു അതിന്റെ ഡാറ്റ ഉണ്ടോ, ഇപ്പം ഡാറ്റ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ റീസെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇതിന്റെ ഡാറ്റ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കാം. ദ വയലന്റ് ക്രൈം 47% increasing. Rape 42% കൂടി. Robbery 63% കൂടി. Violence 61%. ഞാൻ ചോദിച്ചത് അദ്ദേഹം ഇല്ലീഗൽ ഇമിഗ്രൻസ് 6% ഇൻക്രീസ്, 27% ഇല്ലീഗൽ ഇമിഗ്രൻസ്. ചുമ്മാ വായിച്ച കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞ ക്രൈം കൂടിയെന്ന്. കമല ഹാരിസ് പ്രസിഡന്റ് ആയാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവരുടെ വീക്ഷണത്തിൽ നമുക്ക് ചെയ്തത്. എന്നാൽ ട്രംപ് ആണെന്ന് വരില്ല, ബോർഡർ സീൽ ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് പിന്നെ കമല ഹാരിസ് ബോർഡർ ഓപ്പൺ ചെയ്ത് കൊടുത്തോ ഇല്ലീഗൽ ഇമിഗ്രൻസിന് വരാന്? എന്താ അവര് ചെയ്യും? അവരുടെ വീക്ഷണം എന്താണെന്നുള്ളതാണ്. സോറി കേട്ടോ. ഇപ്പോ ഒരു കാര്യം നമുക്ക്
അപ്പൊ എല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ തലയിലേക്ക് ഓൾ വയലൻസ് കാര്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിക്കുക. അവരിങ്ങോട്ട് നുഴഞ്ഞു കയറി ഒരുപക്ഷെ ജീവിക്കാൻ വേണ്ടി വരുന്നവരാകാം, ഉടനെ തോക്കുമായിട്ട് കുറെ പേരൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരാണ് കൂടുതലായിട്ട് ഫൈറ്റ് തെളിഞ്ഞ അവരുടെ കൂടുതൽ തോക്കൊക്കെ ഉള്ളത്. മറ്റവര് ഒരുപക്ഷെ നീന്തി കിടന്ന് അവിടെ കഷ്ടപ്പെട്ടൊക്കെ വരുന്നവരാണ്. അപ്പൊ അവരെ മാത്രം വെടിവെപ്പുകാരാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിന് വലിയ കാര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന മാതിരി ഇല്ലീഗൽ ഇമിഗ്രന്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. എങ്ങനെയെങ്കിലും ലീഗൽ ഇമിഗ്രൻസ്, നമ്മളെല്ലാം ലീഗലായിട്ട് വന്നവരാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. പക്ഷെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് മുഴുവൻ ക്രൈമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരും ക്രൈം കൂടെ കയറ്റിക്കൊണ്ട് ഇന്ത്യക്കാരും ധാരാളം പേര് ഇല്ലീഗലായിട്ട് വരുന്നുണ്ട്. മെക്സിക്കോയിലൊക്കെ ചാടി അവരൊന്നും അങ്ങനെ ഇപ്പൊ കേട്ടിട്ടില്ല കേട്ടോ, ചുരുക്കമാണ്. പിന്നെ ഹിയറൊക്കെ ഉണ്ടാകും. നമ്മൾ അവരെ മാത്രം അങ്ങോട്ട് കംപ്ലീറ്റ് 100% അവരാണ്. അപ്പോ നമ്മള് ഇത് ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി പൊതുവെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. പിന്നെ നമ്മൾ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യൻസോ ഒരുപാട് പേരും കൂടുതൽ പേരും അദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ജനിച്ചു വളർന്ന ഒരുപാട് പേരും അതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ. ഇവിടെ ഉപകാരപ്രദമായവരെയും നല്ല മനുഷ്യരെയും എടുക്കാൻ കമലാ ഹാരിസ് സമർത്ഥയാണ്. ഇതൊരു ഇമിഗ്രേഷന്റെ ലാൻഡാണ്. ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. ശരിയാണ്. റിപ്പബ്ലിക്കൻ സൈഡ് പറയുന്ന ഇല്ലീഗലിനെതിരായിട്ടാണ്. I have a question for the Democrat panel. So you say Trump is immoral, but Kamala Harris supports abortion. Do you think that is moral? And also, Kamala Harris said she would support funding, using taxpayer money to fund transgender surgeries for immigrants, illegal immigrants, and people in prisons. Do you think that's a wise use of taxpayer money to fund transgender surgeries? I'll give you an answer, but he is going to read it out. Over the last 5 decades. So would you think that's moral? And also, she wants to support using taxpayer money to fund transgender surgeries for illegal immigrants and criminals. So do you support that? ഓക്കെ, അതാണ് ചോദിച്ചത്. ഞാൻ മലയാളത്തിൽ പറയാം. അബോർഷൻ പോളിസിയാണ്. അതായത് രണ്ടുപേരുടെയും റിപ്പബ്ലിക്കൻസിന്റെ അബോർഷൻ പോളിസി, ഡെമോക്രാറ്റിന്റെ രണ്ടുപേരുടെ അബോർഷൻ പോളിസിയെ പറ്റി ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ അതായത് ഡെമോക്രാറ്റ് ടാക്സ് പേയേഴ്സിന്റെ പണം ഉപയോഗിച്ച് അവരെ സർജറിയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് ടാക്സ് പേയേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? കൂടുതൽ ലിബറലാണ്. അതാ ചോദ്യം. ആ ക്വസ്റ്റ്യൻ അങ്ങനല്ല ചോദിച്ചത്, പറഞ്ഞതിൽ അല്പം വിട്ടുപോയി. പറഞ്ഞത് ട്രംപ് ഇമ്മോറൽ ആണെന്ന് പറയുന്നു, എന്നാൽ മറുസൈഡിൽ കമല ഹാരിസ് ഇത്രമാത്രം മില്യൺസ് ഓഫ് കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള അനുമതി കൊടുക്കുന്നു. അതും മോറലാണോ എന്നുള്ളത് അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ ബോഡിയെ പറ്റിയാണ്. വിമൻസ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് what to do with their body. Imagine one of your children got pregnant in the college or through boyfriend, neighbor. What should she do? Should she carry it to the term? Then the whole family will be discarded by the rest of the community, the religion. So, what Kamala says is, abortion is allowed, it is left to the ladies, where they carry to the time or abort for different reasons. That should be allowed and given to the ladies. You don't take. Trump don't want to interfere with the ladies. What about the ladies who have been actually sexed by him? If they get pregnant, where should they go? Tell me. Cohen,
his best friend who kept the hush money for having violated other lady's body. Can they get abortion if they need it? Will we allow our girls to get abortion if they are raped or falsely had sex for one reason or other? We will take our own decision, not the government. And the money, government is spending money for the diabetes, for the cancer, so why not for this? This is also a human body need of the women. Therefore, my answer is we should allow the women to choose their decisions, what they should do. Thank you. It says article in the ഒന്നാമത്തെ constitution right freedom to speak, രണ്ടാമത്തെ to carry. These all are the freedom given by the constitution. Like ladies also have the freedom for their body. If they don't want this child, government is not the one to say you carry this child. There will be some deformity, there will be unwanted pregnancy. All those ladies should have the freedom, like men got the right to everything. Fundamental rights given to the constitution, not only the men. Ladies also given the right to choose, right to do, right to vote. All that freedom cannot be taken by one president or by Supreme Court or anybody else. ഇതിന് ഗവൺമെന്റ് ഫണ്ട് വേണമെന്നുള്ള ആർഗ്യുമെന്റ് ഉണ്ട്. നമ്മൾ ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന മണി കൊണ്ട് ഇങ്ങനെയുള്ള ഇല്ലീഗൽ ചെയ്യണം. ലീഗലോ ഇല്ലീഗലോ എന്തായാലും ടാക്സ് പേയേഴ്സ് ചെയ്യുന്ന പൈസ. It's not the woman's right, it is the baby's right. And we stand with the babies before they're born, even after they're born. Just like we love our children, we love the unborn too. അബോർഷന്റെ കാര്യം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ കുഞ്ഞുങ്ങൾ ലീഗലായിട്ട് അങ്ങനെ അബോർഷൻ നടത്താനായിട്ട് ഇവിടെ അമേരിക്ക അനുവദിക്കുന്നുണ്ടോ, അത് ടാക്സ് മണി എടുത്തുകൊണ്ട് അത് ഉപയോഗിച്ച് അബോർഷൻ നടത്തുന്നതിനെയാണോ നമ്മൾ വിരോധിക്കുന്നത്? അല്ലാതെ ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അബോർഷൻ ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കാൻ സാധിക്കുകയില്ല. എനിക്ക് തോന്നുന്നത് സാധിക്കുകയില്ല. അതാണ് ഇവിടുത്തെ റൂൾ. അതെന്തുകൊണ്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് റൂൾ അനുസരിച്ചാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ അവകാശമാണ് അവളുടെ ബോഡി. വിശ്വാസം അത് വേറെ, വിശ്വാസമുണ്ട്. ഞാനൊരു ക്രിസ്ത്യനാണ്. ഇപ്പൊ എനിക്ക് തോന്നുവാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിൽ അത് പാടില്ല എന്ന് തോന്നുവാണ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അല്ല എനിക്ക് തോന്നുവാണ് അല്ല എനിക്കിപ്പോ വേണ്ട, എന്റെ ശരീരം അതിന് അനുവദിക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അത് നടത്താനുള്ള ഒരു അവകാശം സ്ത്രീക്ക് അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ അവകാശം സ്ത്രീക്കുമുണ്ട്, സ്ത്രീക്കും വേണം. അതിന് അത് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണെന്നാണ്. താമസിക്കുന്നു അവിടെ എനിക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഓടി നടന്ന് അതിന്റെ അവകാശം സ്ഥാപിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അബോർഷന്റെ കാര്യം അതങ്ങനെ പറ്റത്തില്ല. അമേരിക്ക അമേരിക്ക, ഒരു സ്റ്റേറ്റിന് അലൗഡ് ആവശ്യമില്ല. അതല്ല our honorable president Trump told, you elected me, I will put 3 people in the Supreme Court, and he intentionally taken away the right, and now everything is going to state. Only the Republican state says don't do it. That lady, she lives in Texas. If she is old, I am just telling. If a lady like this want living in Texas for lifelong time, have to go to the neighbors to violate her fundamental rights, being a lady's right? No, that's not right. It is given to the state, so state can put it. Hold on, listen to me. Okay, now listen. It's given to the state, and the state put that on election, and people will choose, not the state. People choose whether they want it. That's why I encourage all the voters of this Texas to vote against that people. He said, people choose. No, we have to choose. Please, all the ladies, please go and vote. It's already controversial. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഈ ഡെമോക്രാറ്റ്സിന് എപ്പോഴും ഈ വോട്ടർ ഐ ഡിക്ക് എതിരാണ്. അതിന്റെ കാരണം പറയാമോ? What is happening in around America? Democrats are complaining that we have to show ID. Why can't we not to show ID? So voter identification, they call order
ഇന്റിമിഡേഷൻ. ഐഡി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വോട്ടർ ഇന്റിമിഡേഷൻ ആണ്, നമ്മളെ വോട്ട് ചെയ്യിക്കാതെ റിപ്പബ്ലിക്കൻസ് ടേക്കിംഗ് ഓവർ. യു ഡോണ്ട് നോ, യു നീഡ് ടു റീഡ് ദ That is just like you said all the illegally. ഇല്ലീഗൽസ് വോട്ട് ചെയ്യുക, അവരുടെ 30% കോൺഗ്രസ് പീപ്പിൾ അപ്രൂവ്. എവറി പ്രോബ്ലം ഹാസ് എ സൊല്യൂഷൻ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നതുകൊണ്ട് ഇപ്പോഴേ അവര് എല്ലാ വോട്ടിംഗ് റിവൈസ് ചെയ്യുന്നുണ്ട്, എല്ലാ മെഷീനും ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമന്റ് പറയാൻ ആലോചിക്കുമ്പോൾ 250 വർഷമാകും. ഇപ്പോൾ 250 വർഷമാകും. നമ്മൾ ഏതാണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇലക്ഷൻ ചർച്ച, സ്ഥാനാർത്ഥികൾ, അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ നിയന്ത്രിക്കുന്നു ഒക്കെ പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50-60 വർഷം മാത്രമേ ആകുന്നുള്ളൂ. 250 വർഷമായ ചരിത്രം നമുക്ക് മറന്നു പോകാൻ പറ്റുന്നു. 250 വർഷത്തിനിടയിൽ ഒട്ടേറെ പ്രസിഡന്റുമാരുണ്ടായി. ഇത് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റും 2 പാർട്ടികൾ മാത്രം. ഇന്ത്യയിൽ നിന്ന് നമുക്കറിയാം 2 പാർട്ടികളല്ല ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷെ ഇവിടെ അതാണ്, അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്? ഈ 2 പാർട്ടികളിലും നമുക്ക് സാധാരണക്കാർക്ക്, അതായത് ഇന്ത്യയിൽ നിന്ന് വന്നവർ 98-99% സാധാരണ ജീവനക്കാര് അല്ലെങ്കിൽ സാധാരണ വരുമാനം കിട്ടുന്ന വരുമാനത്തിന് മാത്രം യോഗ്യരായ ആൾക്കാർ. അവർക്ക് ഇവിടെ വരാൻ സാധ്യമായത് ഈ രാജ്യത്ത് ആദ്യമായിട്ട് 1952 ഉണ്ടായ എമിഗ്രേഷൻ ലോ. പക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്കാരുമായിട്ട് വരാൻ പറ്റിയില്ല. അതിനുശേഷം 1965 അന്ന് കുറെ കൂടെ വ്യാപകമായിട്ട് ഇമിഗ്രേഷൻ എല്ലാം ചേഞ്ച് ചെയ്തു. വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വന്നു. എന്നിട്ടും ഇന്ത്യക്കാർക്ക് വന്നിട്ടില്ല. റെക്കോർഡുകൾ പരിശോധിച്ചാൽ അറിയാം. 1967 റോബർട്ട് കെന്നഡി സെനറ്റർ പുതുതായിട്ട് ബില്ല് അവതരിപ്പിച്ച് മോർ വൈബ്രന്റ് ആൾക്കാർ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ശേഷമാണ് ഇന്ത്യയിൽ നിന്നും എമിഗ്രന്റ് ആയിട്ട് നമുക്ക് വരാൻ പറ്റിയത്. അത് ഫാമിലി ആയിട്ട് വരാനുള്ള പെർമിഷനോടുകൂടി നമ്മുടെ 1000-കണക്കിന് 10,000 ആൾക്കാർ വന്നു. ഈ 65, 52, 67 ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇവിടെ അധികാരത്തിരുന്നത്, മുൻകൈ എടുത്തത്. അതിനുശേഷം 65 മെഡിക്കെയർ സിസ്റ്റം കൊണ്ടുവന്നു. അത് പ്രസിഡന്റ് ജോൺസൺ ആണ്. അതിന്റെ അമെന്റ്മെന്റ് ആയിട്ട് 98 അഫോർഡബിൾ കെയർ ആക്ട് ഇത് കൊണ്ടുവന്നത് ക്ലിന്റൺ ആണ്. 1935 സോഷ്യൽ സെക്യൂരിറ്റി അത് ഈ രാജ്യത്ത് നടപ്പാക്കിയത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ബേസ് പ്രിൻസിപ്പിള് തൊഴിലെടുക്കുന്നവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ അവർക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. ഈ രാജ്യത്ത് ഭരിച്ച മുഴുവൻ പ്രസിഡന്റുമാരിൽ 1000-ലധികം ബില്യൺസ് വരുമാനമുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള ഒറ്റ ഒരാൾ ട്രംപ് മാത്രമാണ്. ബാക്കി 44 പ്രസിഡന്റ്സും 1 ബില്യനോ 10 ബില്യനോ താഴെയുള്ളവർ മാത്രമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുക രാഷ്ട്രീയക്കാരനല്ലാത്ത ആദ്യത്തെ ആളാണ് ട്രംപ്. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. കച്ചവടം ചെയ്ത് റിയൽ എസ്റ്റേറ്റിൽ കള്ളക്കണക്കുകൾ ബാങ്കിൽ ബോധിപ്പിച്ചതിന്റെ ചരിത്രങ്ങൾ ഈ അടുത്ത കാലത്ത് കോടതിയിലുണ്ട്. അങ്ങനെ പണമുണ്ടാക്കി അതിന്റെ ബഹത്തിൽ മാത്രം പാർട്ടിയെ സ്വാധീനിച്ച് അധികാരത്തിലേറിയ ഒറ്റ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ പാർട്ടിയുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണ് മുൻ പ്രസിഡന്റ് അമേരിക്കയുടെ ബുഷിനോടൊപ്പം ഡിക് ചെനി വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പുള്ളി പരസ്യമായിട്ട് പറഞ്ഞു, ലിസ്റ്റിനി പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും വോട്ട് ചെയ്യില്ല. കാരണം ഡെമോക്രാറ്റിക് നാഷണൽ സംവിധാനത്തിൽ ജോലിക്കാൻ പറ്റുന്ന ഒരു മനോഭാവവും ഒരു ചരിത്രവുമല്ല ട്രംപിനുള്ളത്. വാഷിംഗ്ടൺ കത്തിക്കുന്ന ഒരു പരുവത്തിലേക്ക് ഈ രാജ്യം കണ്ടത്, ലോകം കണ്ടത്. ട്രംപിന്റെ നേതൃത്വത്തിൽ ഏതാനും അകലെ അടികൾക്കുള്ളിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ അമേരിക്കയുടെ ഡെബിറ്റ് സംവിധാനം തുടങ്ങുന്നത് റീഗനായിരുന്നപ്പോഴാണ്. 1980 ഒരു മിനിറ്റ് കാത്തിറങ്ങുമ്പോൾ ഒരു സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 91 വരെ സർപ്ലസ് ഉണ്ടായത് ക്ലിന്റൺ ഭരണകൂടം ഇരിക്കുമ്പോഴാണ്. സർപ്ലസ് ബഡ്ജറ്റ് ഇവിടുത്തെ ചരിത്രത്തിലുണ്ട്. അതിനുശേഷം മുഴുവൻ ഡെബിറ്റ് ഇപ്പോൾ 35.4 അതൊരു ചോദ്യമൊന്നുമല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി പറഞ്ഞ മാതിരി തീർച്ചയായിട്ടും ജാനുവരി 6 സംഭവത്തെ കുറിച്ച്
ട്രംപ് ആണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നിവിടെ പറയും. ഈ ക്യാപിറ്റൽ ഹില്ലിൻ്റെ ഇൻചാർജ് എന്ന് പറയുന്നത് നാൻസി പെലോസിയാണ്. 10,000 ഹോം ഗാർഡ് മിലിറ്ററി ഈസ് അണ്ടർ ഹെർ കൺട്രോൾ. Why she is not give order to settle that issue that is exactly the same time? She didn't do anything. And all